ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര ചരിത്രത്തിലെ ഏറ്റവും സാഹസികവും എന്നാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചതുമായ ഒരു കടൽ യാത്രയുടെ കഥയിലേക്കാണ്. 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്ത് ഒരു വിദേശ കപ്പൽ നങ്കൂരമിട്ടു എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് വാസ്കോഡഗാമയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ ഒരൊറ്റ വരിക്കപ്പുറം ആ യാത്രയ്ക്ക് പിന്നിൽ 10 മാസത്തോളം നീണ്ട മരണം പതിയിരിക്കുന്ന കടൽ വഴികളുണ്ട്. ലിസ്ബണിൽ നിന്ന് തുടങ്ങി ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരമാലകളോട് മല്ലിട്ട് കേരളത്തിൻ്റെ മണ്ണിലേക്കെത്തിയ ആ യാത്ര അന്നുവരെയുള്ള ലോക വ്യാപാര ഭൂപടത്തെ കീറിമുറിച്ച ഒന്നായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫ്ലൈറ്റിൽ കയറിയാൽ മണിക്കൂറുകൾ കൊണ്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്താം. എന്നാൽ അന്ന് ഭൂപടത്തിൽ പോലുമില്ലാത്ത വഴികളിലൂടെ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. ഈ കഥയിലെ നായകൻ, അല്ലെങ്കിൽ ചിലർക്ക് വില്ലൻ, പോർച്ചുഗലിലെ വാസ്കോഡഗാമയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രം: ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, നേരിട്ട് യൂറോപ്പിലെത്തിക്കുക. അതിലൂടെ പോർച്ചുഗലിനെ ലോകത്തിലെ വമ്പൻ ശക്തിയാക്കി മാറ്റുക. ഒന്നാലോചിച്ചു നോക്കൂ, ചുറ്റും അനന്തമായ കടൽ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ദിശ കാണിക്കാൻ നക്ഷത്രങ്ങൾ മാത്രം. കുടിവെള്ളം തീരുന്നു, കൂടെയുള്ളവർ രോഗം വന്ന് മരിക്കുന്നു, എങ്കിലും മുന്നോട്ട് തന്നെ കുതിക്കുന്ന കപ്പലുകൾ. കൊടുങ്കാറ്റുകളും ചതികളും അതിജീവിച്ച് അവർ എങ്ങനെ ഇവിടെ എത്തി എന്നത് രോമാഞ്ചം തരുന്നൊരു കഥയാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1497 പോർച്ചുഗലിലാണ്. തലസ്ഥാനമായ ലിസ്ബണിലെ തെരുവുകളിൽ വല്ലാത്തൊരു തിരക്കും ബഹളവുമാണ്. എവിടെ നോക്കിയാലും കപ്പൽ ജോലിക്കാരും സാധനങ്ങൾ ചുമക്കുന്നവരും രാജകീയ ഭടന്മാരുമാണ്. ടാഗസ് നദിയുടെ തീരത്ത് വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന 4 കൂറ്റൻ കപ്പലുകൾ കാണാം. അവ വെറുതെ കിടക്കുകയല്ല, ഒരു ചരിത്ര ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ്. പോർച്ചുഗലിലെ രാജാവ് മാനുവൽ ഒന്നാമന് ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ. കാരണം ലളിതമാണ്: പണം. അക്കാലത്ത് യൂറോപ്പിൽ കുരുമുളകിനും കറുവപ്പട്ടയ്ക്കും സ്വർണത്തേക്കാൾ വിലയുണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം യൂറോപ്പിലെത്തുന്നത് അറബ് വ്യാപാരികൾ വഴിയും വെനീസ് വഴിയുമാണ്. ഇടനിലക്കാർക്ക് കൊടുത്ത് പോർച്ചുഗലിൻ്റെ ഖജനാവ് കാലിയാകുന്നു. ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വഴി കണ്ടുപിടിച്ചാൽ ഈ ലാഭം മുഴുവൻ പോർച്ചുഗലിന് സ്വന്തമാക്കാം. പക്ഷേ അതത്ര എളുപ്പമല്ല. ലിസ്ബണിലെ തുറമുഖത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകൾക്കരികിലൂടെ ഗൗരവക്കാരനായ ഒരാൾ നടക്കുന്നുണ്ട്. അതാണ് വാസ്കോഡഗാമ. ഒരു വലിയ ചിരിയൊന്നും മുഖത്തുള്ള ആളല്ല അദ്ദേഹം. കപ്പലിലെ ഓരോ മരപ്പലകയും ഉറപ്പുള്ളതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നുണ്ട്. പലരും ചോദിച്ചു, എന്തിനാണ് ഗാമയെ ഈ ദൗത്യമേൽപ്പിച്ചതെന്ന്. കാരണം ഗാമ അന്നത്തെ ഏറ്റവും വലിയ നാവികനൊന്നും ആയിരുന്നില്ല. പക്ഷെ രാജാവിനറിയാം, ഈ യാത്രയ്ക്ക് വേണ്ടത് കപ്പലോടിക്കാൻ അറിയുന്നവനെ മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും തളരാത്ത, കടുപ്പമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മടിയില്ലാത്ത ഒരു പോരാളിയെയാണെന്ന്. ഗാമ അത്തരക്കാരനാണ്. രാജാവ് മാനുവൽ ഗാമയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ മുട്ടുകുത്തി നിന്ന് ഗാമ ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സമുദ്രങ്ങൾ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവയെ കീഴ്പ്പെടുത്തും എന്ന ഭാവമാണ് ഗാമയുടെ കണ്ണുകളിൽ. നമുക്ക് ആ കപ്പലുകളൊന്ന് അടുത്ത് കാണാം. 4 കപ്പലുകൾ. അതിൽ പ്രധാനപ്പെട്ടത് സാവോ ഗബ്രിയേലാണ്, ഗാമയുടെ കമാൻഡ് ഷിപ്പ്. ഏകദേശം 27 മീറ്റർ നീളമുണ്ടിതിന്. ഇന്നത്തെ വലിയ ക്രൂയിസ് കപ്പലുകളുമായി താരതമ്യം ചെയ്താൽ ഇത് വളരെ ചെറുതാണ്. പക്ഷേ അക്കാലത്ത് ഇതൊരു ഭീമനാണ്. 3 വലിയ പായ്മരങ്ങളുണ്ട് ഗബ്രിയേലിന്. കാറ്റിനെ പിടിച്ചുകെട്ടാൻ പാകത്തിന് വിരിച്ച വലിയ പായകളിൽ പോർച്ചുഗലിൻ്റെ ചുവന്ന കുരിശു ചിഹ്നം വരച്ചു ചേർത്തിരിക്കുന്നു. രണ്ടാമത്തെ കപ്പൽ സാവോ റാഫേൽ. ഇതിൻ്റെ ക്യാപ്റ്റൻ ഗാമയുടെ സ്വന്തം ചേട്ടൻ പൗലോ ഡാ ഗാമയാണ്. ചേട്ടനും അനിയനും ചേർന്നാണ് ഈ വലിയ ചൂതാട്ടത്തിനിറങ്ങുന്നത്. മൂന്നാമത്തേത് ബെറിയോ എന്നു പേരുള്ള അല്പം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ കപ്പലാണ്. 4ാമത്തേത് പേര് പോലുമില്ലാത്ത ഒരു സ്റ്റോർ ഷിപ്പാണ്. അതിൽ നിറയെ ഭക്ഷണവും വെള്ളവുമാണ്.
തുറമുഖത്ത് നടക്കുന്ന ഒരുക്കങ്ങൾ കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരു നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. പീരങ്കികൾ കപ്പലിൻ്റെ വശങ്ങളിൽ ഉറപ്പിക്കുന്നു, വെടിമരുന്നും തിരകളും പെട്ടികളിലാക്കി സൂക്ഷിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ല, ഭക്ഷണമാണ്. 10 മാസമോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാവുന്ന യാത്രയാണ്. കടലിൽ സൂപ്പർ മാർക്കറ്റുകളില്ലല്ലോ, അതുകൊണ്ട് കേടുകൂടാത്ത ഭക്ഷണം കരുതണം. വലിയ വീപ്പകളിൽ ഉപ്പിട്ട ഉണക്കമാംസം, പന്നിയും പോത്തുമെല്ലാം ഇതിൽപ്പെടും. അവർ കപ്പലിലേക്ക് കയറ്റുന്നു. കപ്പലിലെ അറകൾക്കുള്ളിൽ നിന്ന് ഇതിനകം തന്നെ ഉപ്പിൻ്റെയും മരത്തിൻ്റെയും മണം വരുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം ബിസ്ക്കറ്റുകളാണ്. നമ്മൾ ചായയിൽ മുക്കി കഴിക്കുന്ന ബിസ്ക്കറ്റല്ല, ഹാർഡ് ടാക്ക് എന്ന് വിളിക്കുന്ന കല്ലുപോലെ ഉറപ്പുള്ള ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ. വെള്ളം തൊടാതെ വർഷങ്ങളോളം ഇരുന്നാലും അത് കേടാവില്ല. പക്ഷെ കഴിക്കണമെങ്കിൽ സൂപ്പിലോ വെള്ളത്തിലോ ഇട്ട് കുതിർക്കണം. ചാക്കുകൾ കണക്കിന് ഇത്തരം ബിസ്ക്കറ്റുകൾ അവർ കപ്പലിൻ്റെ അടിത്തട്ടിൽ അടുക്കി വയ്ക്കുന്നു. പിന്നെ വേണ്ടത് വെള്ളമാണ്. പക്ഷെ ശുദ്ധജലം അധിക നാൾ കേടുകൂടാതെ ഇരിക്കില്ല. അതുകൊണ്ടവർ കരുതിയത് വീപ്പ കണക്കിന് വൈനാണ്. വെള്ളത്തേക്കാൾ കൂടുതൽ കാലം നിൽക്കും. മാത്രമല്ല, നാവികർക്കിതൊരു ആശ്വാസവുമാണ്. കപ്പലിലെ പാചകക്കാരൻ സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കി നെടുവീർപ്പിടുന്നുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഉണക്കിയ പയർവർഗ്ഗങ്ങൾ, എണ്ണ, വിനാഗിരി എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കയറ്റുകയാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് രാജാവ് കൊടുത്തയച്ച വലിയ സമ്മാനപ്പൊതികളുമുണ്ട്. ഇന്ത്യയിലെ രാജാക്കന്മാരെ കയ്യിലെടുക്കാൻ വിലപിടിപ്പുള്ള തുടിത്തരങ്ങൾ, കണ്ണാടികൾ, ആഭരണങ്ങൾ എന്നിവയും കപ്പലിലെ സുരക്ഷിതമായ അറകളിൽ വയ്ക്കുന്നു. ഗാമ ഇടയ്ക്കിടെ വന്ന് ഭൂപടങ്ങൾ പരിശോധിക്കുന്നു. അന്നത്തെ ഭൂപടങ്ങൾ ഇന്നത്തെ പോലെയല്ല. ആഫ്രിക്കയുടെ പകുതി വരെ മാത്രമേ കൃത്യമായി വരച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം ഊഹമാണ്. ഇവിടെ ഡ്രാഗണുകളുണ്ട് എന്ന് പഴയ ഭൂപടങ്ങളിൽ എഴുതിയതുപോലെ മുന്നോട്ടു പോകുന്തോറും കടൽ കൂടുതൽ അപകടകാരിയാകുമെന്ന് എല്ലാവർക്കും അറിയാം. ലിസ്ബണിലെ ജനങ്ങൾ ഈ കാഴ്ച കണ്ട് മാറി നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പലരും പറയുന്നത് ഇതൊരു ആത്മഹത്യാപരമായ യാത്രയാണെന്നാണ്. ഇരുണ്ട കടൽ എന്നാണ് അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളെ വിളിക്കുന്നത്. അവിടെ തിളച്ചുമറിയുന്ന വെള്ളമാണെന്നും കപ്പലുകളെ വിഴുങ്ങുന്ന രാക്ഷസന്മാരുണ്ടെന്നും സാധാരണക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഗാമയുടെ മുഖത്ത് ഭയമില്ല. അദ്ദേഹം തൻ്റെ നാവികരോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ പോകുന്നത് ചരിത്രം കുറിക്കാനാണ്. ഭീരുക്കൾക്കുള്ള സ്ഥലമല്ല എൻ്റെ കപ്പൽ. ആ കൂട്ടത്തിൽ പലതരം ആളുകളുണ്ട്. പരിചയസമ്പന്നരായ നാവികർ മാത്രമല്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളും ആ കൂട്ടത്തിലുണ്ട്. ഡെഗ്രഡാദോസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ച ജോലികൾ ചെയ്യാനും അപരിചിതമായ കരകളിൽ ആദ്യമിറങ്ങി പരിശോധിക്കാനുമാണ് അവരെ കൊണ്ടുവരുന്നത്. മരിച്ചാൽ ആർക്കും നഷ്ടമില്ലാത്ത, ജീവിതം കൈവിട്ടുപോയ ജന്മങ്ങൾ. അവർക്കിതൊരു അവസാന അവസരമാണ്. ജയിച്ചാൽ സ്വാതന്ത്ര്യം, തോറ്റാൽ മരണം. യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി അവിടെ പാട്ടും നൃത്തവുമില്ല. എല്ലാവരും പ്രാർത്ഥനയിലാണ്. ലിസ്ബണിലെ നദീതീരത്തുള്ള ചെറിയൊരു ചാപ്പലിൽ ഗാമയും സംഘവും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ മങ്ങിക്കാണാം. തിരിച്ചുവരുമോ എന്ന് ആർക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് അത് തങ്ങളുടെ അവസാനത്തെ കുമ്പസാരമാണെന്ന് പലരും ഉള്ളിൽ ഭയക്കുന്നുണ്ട്. രാജാവ് മാനുവൽ പോലും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കുന്തിരിക്കത്തിൻ്റെ ഗന്ധവും മന്ത്രോച്ചാരണങ്ങളുടെ മുഴക്കവും മാത്രം. നേരം വെളുത്തു. 1497 ജൂലൈ 8 ഞായറാഴ്ച. ലിസ്ബൺ നഗരം മുഴുവൻ കടൽ തീരത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരാഘോഷത്തേക്കാൾ ഉപരി ഒരു വിലാപയാത്ര പോലെയാണത് തോന്നിക്കുന്നത്. അമ്മമാർ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ യാത്രയാക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നൊരു നിലവിളി പോലെ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. റെസ്റ്റെല്ലോ എന്നറിയപ്പെടുന്ന ആ കടൽ തീരമെന്ന് കണ്ണീരുപ്പുകൊണ്ട് നനഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു വൃദ്ധൻ വിളിച്ചു കൂവുന്നുണ്ട്. അഹങ്കാരം, വെറും അഹങ്കാരം. ദൈവമേ, ഈ പാവങ്ങളെ എന്തിനാണ് മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന്. ഈ രംഗം കണ്ട് കപ്പലിലെ കടുപ്പക്കാരനായ നാവികരുടെ കണ്ണുപോലും നിറയുന്നുണ്ട്. പക്ഷെ ഗാമയുടെ മുഖത്ത് അപ്പോഴും മാറ്റമില്ല. വികാരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം നിൽക്കുന്നു. രാജാവിനെ വണങ്ങി അദ്ദേഹം തൻ്റെ കപ്പലായ സാവോ ഗബ്രിയേലിലേക്ക് കയറുന്നു. പിന്നാലെ മറ്റുള്ളവരും. നങ്കൂരമുയർത്താനുള്ള ആജ്ഞ മുഴങ്ങുന്നു. ഉയർത്തു എന്ന ഗർജനം കേൾക്കുമ്പോൾ തുരുമ്പിച്ച ചങ്ങലകൾ വലിയ ശബ്ദത്തോടെ കപ്പലിൻ്റെ മുകളിലേക്ക് ചുരുളഴിയുന്നു. കാറ്റ് പായകളെ തഴുകി തുടങ്ങുമ്പോൾ കുരിശടയാളം വെച്ച ആ ഭീമൻ കപ്പലുകൾ മെല്ലെ നീങ്ങി തുടങ്ങുന്നു. ടാഗസ് നദിയിലൂടെ ഒഴുകി വിശാലമായ സമുദ്രത്തിലേക്ക് അവർ നീങ്ങുകയാണ്. കരയിൽ നിൽക്കുന്നവർ കൈവീശി കാണിക്കുന്നു. കപ്പൽ അകലും തോറും ലിസ്ബണിലെ 7 മലകളും വലിയ കൊട്ടാരങ്ങളും പള്ളികളും ചെറിയ പൊട്ടുകൾ പോലെയാകുന്നു. ഒടുവിൽ കര പൂർണ്ണമായും കാഴ്ചയിൽ നിന്ന് മറയുന്നു. ഇനി ചുറ്റും നീലവിരിച്ച കടൽ മാത്രം.
ആകാശവും കടലും കൂട്ടിമുട്ടുന്ന ചക്രവാളം മാത്രം മുന്നിൽ. അവർക്ക് പരിചിതമായ ലോകം, അവരുടെ വീട്, സുരക്ഷിതത്വം എല്ലാം പിന്നിൽ മാഞ്ഞുപോയിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് അജ്ഞാതമായ, ആരും സഞ്ചരിക്കാത്ത വഴികളാണ്. പേടിയും ആകാംക്ഷയും നിറഞ്ഞ മനസ്സുമായി അവർ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് തങ്ങളുടെ കപ്പലിന്റെ മൂക്ക് തിരിക്കുന്നു. പോർച്ചുഗലിന്റെ തീരം വിട്ട് നമ്മുടെ കപ്പലുകൾ ഇപ്പോൾ തെക്കോട്ട് നീങ്ങുകയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. കാനറി ദ്വീപുകളുടെ വശങ്ങളിലൂടെ അവർ സാവധാനം യാത്ര തുടർന്നു. പരിചയമുള്ള വഴികളാണ്, ആകാശം തെളിഞ്ഞതാണ്. നാവികർക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ കേപ്പ് വെർദെ ദ്വീപുകളിലെത്തി. അവിടെ നങ്കൂരമിട്ട് വീണ്ടും കുറച്ച് ഇറച്ചിയും വിറകും പച്ചക്കറികളുമൊക്കെ ശേഖരിച്ചു. ഇനിയാണ് യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. അതുവരെ അവർ സഞ്ചരിച്ചത് ആഫ്രിക്കയുടെ തീരത്തോട് ചേർന്നായിരുന്നു. കര കണ്ണിന്റെ വെട്ടത്തുണ്ടെങ്കിൽ നാവികർക്കതൊരു ധൈര്യമാണ്. എന്തെങ്കിലും പറ്റിയാൽ നീന്തിയെങ്കിലും കരപറ്റാമല്ലോ. എന്നാൽ കേപ്പ് വെർദയിൽ നിന്ന് കപ്പൽ നീങ്ങിയപ്പോൾ വാസ്കോഡഗാമ ഒരു വിചിത്രമായ ഉത്തരവ് നൽകി. കപ്പലുകൾ കിഴക്കോട്ട് ആഫ്രിക്കൻ തീരത്തേക്ക് തിരിക്കണ്ട, പകരം പടിഞ്ഞാറോട്ട് നടുക്കടലിലേക്ക് തിരിക്കുക. നാവികർ ഞെട്ടിപ്പോയി. കാരണം പടിഞ്ഞാറ് ബ്രസീലും അമേരിക്കയുമാണ്. അന്നവർക്കതറിയില്ലെങ്കിലും ഇന്ത്യ കിഴക്കാണ്. പിന്നെന്തിന് വിപരീത ദിശയിൽ പോകണം? ഗാമയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആഫ്രിക്കൻ തീരത്ത് വീശുന്ന കാറ്റ് കപ്പലുകളെ മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കില്ല. അവിടെ ശക്തമായ അടിയൊഴുക്കുകളുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വീശുന്ന അനുകൂലമായ കാറ്റിനെ പിടിക്കണം. ഒരു വലിയ വളവെടുത്ത് വില്ലിൽ നിന്ന് വിട്ട അമ്പുമൂലെ തിരികെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തുക. ഇതാണ് പ്ലാൻ. പക്ഷേ ഇതൊരു ഭ്രാന്തൻ പ്ലാനാണെന്ന് പലർക്കും തോന്നി. അങ്ങനെ അവർ പരിചിതമായ കരയോട് വിട പറഞ്ഞു. കപ്പലിന്റെ മുൻഭാഗം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം മാത്രം. പതിയെ പതിയെ വടക്കൻ ചക്രവാളത്തിൽ നിന്ന് ധ്രുവനക്ഷത്രം അപ്രത്യക്ഷമായി. അന്നത്തെ നാവികർ ദിശ കണ്ടുപിടിക്കാൻ ആശ്രയിച്ചിരുന്ന ഒരേയൊരു സ്ഥിരമായ നക്ഷത്രമാണത്. അതിനെ കാണാതായതോടെ വലിയൊരു ശൂന്യതയിലേക്ക് വീഴുന്നതുപോലെ അവർക്ക് തോന്നി. പകരം തെക്കൻ ആകാശത്ത് അപരിചിതമായ പുതിയ നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ചുറ്റും വെള്ളം മാത്രം. ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഇടയ്ക്ക് മഴ പെയ്യുന്നു. അതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ചരിത്രത്തിൽ അതുവരെ ഒരു കപ്പലും കര കാണാതെ ഇത്രയധികം ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ടില്ല. കൊളംബസ് പോലും അമേരിക്കയിലേക്ക് പോയപ്പോൾ ഏകദേശം 33 ദിവസമേ കര കാണാതെ യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഗാമയും സംഘവും 90-ലധികം ദിവസങ്ങളാണ് കരയൊന്നു കാണാതെ ആ നീലമരുഭൂമിയിലൂടെ സഞ്ചരിച്ചത്. കപ്പലിലെ ജീവിതം മടുപ്പിക്കുന്നതായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, കപ്പലിന്റെ പായകൾ ശരിയാക്കുക, പമ്പ് ഉപയോഗിച്ച് കപ്പലിന്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുക, പ്രാർത്ഥിക്കുക. ഇത് തന്നെ ദിനചര്യ. വിനോദത്തിന് ആകെയുള്ളത് ചീട്ടുകളിയും കപ്പലിലെ എലികളെ വേട്ടയാടലും മാത്രം. എലികൾ കപ്പലിലെ വലിയൊരു ശല്യമായിരുന്നു. ഭക്ഷണച്ചാക്കുകൾ അവ കരണ്ടു തിന്നു. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നാവികരുടെ വിരലുകളിൽ അവ കടിച്ചു. കടൽ ചിലപ്പോൾ ശാന്തമായിരിക്കും, കണ്ണാടി പോലെ. കാറ്റൊട്ടുമില്ലാത്ത ദിവസങ്ങളിൽ കപ്പൽ അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കും. ആ സമയത്താണ് നാവികർക്ക് ഏറ്റവും ഭയം. നമ്മൾ ശപിക്കപ്പെട്ടവരാണോ? ഇനി ഒരിക്കലും ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ലേ എന്നവർ പരസ്പരം ചോദിക്കും. കുടിവെള്ളം ചീത്തയായി തുടങ്ങിയിരുന്നു. പായലുകൾ പിടിച്ച് പച്ചനിറമായ വെള്ളം തുണികൊണ്ടരിച്ചാണ് അവർ കുടിച്ചിരുന്നത്. ഉപ്പിട്ട ഇറച്ചി കഴിച്ച് പലർക്കും മടുത്തു. ഇടയ്ക്ക് കടലിൽ നിന്ന് പറക്കുന്ന മത്സ്യങ്ങൾ കപ്പലിലേക്ക് ചാടും. അതായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ഏക ഫ്രഷ് ഭക്ഷണം. ഗാമ പക്ഷേ കുലുങ്ങിയില്ല. അദ്ദേഹം എപ്പോഴും കപ്പലിന്റെ അമരത്തുണ്ടാകും. ഭൂപടവും കോമ്പസും നോക്കി അദ്ദേഹം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിയാൽ അത് കപ്പലിലെ എല്ലാവരെയും ബാധിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. ഇടയ്ക്ക് വലിയ തിമിംഗലങ്ങൾ കപ്പലിനരികിലൂടെ ചീറ്റിക്കൊണ്ടുപോകുന്നത് അവർ കണ്ടു. കടലിലെ ഭീകരസത്വങ്ങളാണെന്ന് കരുതി നാവികർ പേടിച്ചു പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങളായിരുന്നു അവ. മാസങ്ങൾ 3 കഴിഞ്ഞു. നാവികരുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. പലരും ഗാമയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. നമ്മൾ വഴിതെറ്റിയിരിക്കുന്നു. ഈ ഭ്രാന്തൻ ക്യാപ്റ്റൻ നമ്മളെ കൊലക്കുരുതിക്കാണ് കൊണ്ടുപോകുന്നത് എന്നവർ രഹസ്യമായി പറഞ്ഞു. കപ്പലിലെ തടവുകാർ പോലും കലാപത്തിനൊരുങ്ങി. പക്ഷേ ഗാമയുടെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് ആരും നേരിട്ടെതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. അച്ചടക്കം ലംഘിക്കുന്നവരെ കപ്പലിന്റെ കുടിമരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ടടിക്കുമെന്ന് ഗാമ മുന്നറിയിപ്പ് നൽകി. യാത്ര തെക്കോട്ട് നീങ്ങുന്തോറും കാലാവസ്ഥ മാറാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 4 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 5 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 6 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 7 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 8 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 9 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 11 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 12 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 13 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 14 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 15 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 16 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 17 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 18 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 19 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 20 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 21 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 22 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 23 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 24 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 25 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി. 26 ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായി
ഉഷ്ണമേഖലയിലെ ചൂട് മാറി തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു. അറ്റ്ലാന്റിക്കിൻ്റെ തെക്കേ അറ്റത്തേക്ക് അടുക്കുകയാണ്. തിരമാലകൾക്ക് വലിപ്പം കൂടി. കപ്പൽ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ തിരകളിൽ ആടിയുലഞ്ഞു. ചിലപ്പോൾ തിരമാലകൾ കപ്പലിൻ്റെ മുകളിലൂടെ അടിച്ചു കയറി. ഉപ്പുവെള്ളത്തിൽ നനഞ്ഞ് നാവികരുടെ തൊലി വിണ്ടുകീറി. ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. കപ്പലിൻ്റെ മരപ്പലകകൾ വലിയ ശബ്ദത്തിൽ ഞെരങ്ങി. ഏതു നിമിഷവും കപ്പൽ തകർന്നു പോകുമെന്ന് അവർ ഭയന്നു. അങ്ങനെയിരിക്കെ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദിവസം ബെറിയോ കപ്പലിലെ ഒരു നാവികൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അലറി വിളിച്ചു, പക്ഷികൾ, അതാ പക്ഷികൾ! എല്ലാവരും ഓടി വന്നു നോക്കി. അതെ, കടൽ പക്ഷികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. പക്ഷികളുണ്ടെങ്കിൽ കര അടുത്തുണ്ടാകണം. നാവികരുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു ചിരി വിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കടലിൽ ഒഴുകി നടക്കുന്ന മലക്കൊമ്പുകളും ചെടികളും അവർ കണ്ടു. കരയുടെ മണം കാറ്റിൽ അലിഞ്ഞു ചേർന്നതുപോലെ. നവംബർ 1-ാം തീയതി ചക്രവാളത്തിൽ ഒരു കറുത്ത വര പോലെ കര തെളിഞ്ഞു. സന്തോഷം കൊണ്ട് നാവികർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. 96 ദിവസങ്ങൾക്ക് ശേഷം അവർ മണ്ണിൽ കാലുകുത്താൻ പോകുന്നു. അത് ഇന്ത്യയായിരുന്നില്ല, മറിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു വലിയ ഉൾക്കടലായിരുന്നു. സെന്റ് ഹെലീന ബേ എന്നാണ് ഇന്നതറിയപ്പെടുന്നത്. ഗാമ കപ്പൽ നങ്കൂരമിടാൻ ഉത്തരവിട്ടു. കരയിലിറങ്ങിയ നാവികർക്ക് കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ തിരമാലകൾക്കൊപ്പം ആടിയതുകൊണ്ട് ഉറച്ച മണ്ണിൽ നിൽക്കുമ്പോൾ തല കറങ്ങുന്നതുപോലെ അവർക്ക് തോന്നി. അവർ ഓടി നടന്ന് ശുദ്ധജലം ശേഖരിച്ചു. അവിടെ കണ്ട അപരിചിതരായ മനുഷ്യരെ, ഖോയ് വംശജരെ അവർ അത്ഭുതത്തോടെ നോക്കി. ആഫ്രിക്കൻ ഗോത്രവർഗക്കാരായിരുന്നു അവർ. ഭാഷയറിയില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെ അവർ ആശയവിനിമയം നടത്തി. തവിട്ട് നിറമുള്ള തൊലിയും മൃഗത്തോലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളും ധരിച്ച, കയ്യിൽ മുള കൊണ്ടുള്ള ആയുധങ്ങളേന്തിയ മനുഷ്യർ. ഗാമയ്ക്ക് ആശ്വാസമായി. തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല. ആഫ്രിക്കൻ വൻകരയെ വലം വെച്ച് ഏറ്റവും അപകടം പിടിച്ച ഭാഗം അവർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഗാമയ്ക്കറിയില്ലായിരുന്നു വരാനിരിക്കുന്നത് ഇതിലും വലിയ കൊടുങ്കാറ്റാണെന്ന്. ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന കൊടുങ്കാറ്റുകളുടെ മുനമ്പ് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അറ്റ്ലാന്റിക്കിൻ്റെ നടുവിലൂടെയുള്ള ആ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ചരിത്രത്തിൽ വോൾട്ടാ ദോ മാർ, അല്ലെങ്കിൽ കടലിലെ വലിയ വളവ് എന്ന് പിന്നീട് അറിയപ്പെട്ട ആ തന്ത്രം നാവിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച നീക്കങ്ങളിൽ ഒന്നായിരുന്നു. ആ വലിയ സമുദ്രത്തെ അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെന്റ് ഹെലീന ബേയിലെ കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം കപ്പലുകൾ വീണ്ടും അനങ്ങി തുടങ്ങി. പക്ഷേ ആ തുടക്കമത്ര ശുഭകരമായിരുന്നില്ല. അവിടെയുള്ള ഗോത്രവർഗക്കാരുമായി ചെറിയൊരു കശപിശയുണ്ടായി. ഗാമയുടെ കാലിൽ ഒരു കുന്തം കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തു. രക്തം വാർന്ന കാലുമായി മുടന്തിയാണ് അദ്ദേഹം കപ്പലിലേക്ക് കയറിയത്. എന്നാൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകൾക്ക് മുന്നിൽ ആ മുറിവൊന്നുമല്ലായിരുന്നു. അവരുടെ മുന്നിൽ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ മുനമ്പാണ്. ഇന്നത്തെ ലോകം അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ മുനമ്പ് എന്ന് വിളിക്കുന്നു. എന്നാൽ അന്ന് നാവികർ അതിനെ വിളിച്ചിരുന്നത് കബോ ദാസ് ടോർമെൻഡാസ് അഥവാ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നായിരുന്നു. ആ പേര് വെറുതെയിട്ടതല്ല എന്ന് ഗാമയ്ക്കും കൂട്ടർക്കും വൈകാതെ മനസ്സിലായി. കപ്പലുകൾ തെക്കോട്ട് നീങ്ങുന്തോറും കടലിൻ്റെ സ്വഭാവം മാറിമറിഞ്ഞു. ആകാശം കറുത്തിരുണ്ടു. പകൽ പോലും രാത്രിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കടൽ ഇരമ്പാൻ തുടങ്ങി. സാധാരണ തിരമാലകളല്ല, മലയോളം വലിപ്പമുള്ള തിരകളാണ് അവിടെ ഉയരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കൂട്ടിമുട്ടുന്ന സ്ഥലമാണത്. 2 മഹാസമുദ്രങ്ങളുടെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. കപ്പലുകൾ ആ തിരമാലകളിൽപ്പെട്ട് ഒരു ഉണക്കയില പോലെ ആടിയുലഞ്ഞു. പായ്മരങ്ങൾ ഒടിഞ്ഞു വീഴുമോ എന്ന് നാവികർ ഭയപ്പെട്ടു. കാറ്റിൻ്റെ വേഗത കാരണം പായകൾ ചുരുട്ടിക്കെട്ടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കപ്പലിനുള്ളിലെ അവസ്ഥ ദയനീയമായിരുന്നു. പാത്രങ്ങളും പെട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുന്നു. നാവികർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പലരും കടൽ ചൊറുക്ക് കാരണം ഛർദ്ദിച്ച അവശരായി. ഇതിനിടയിൽ ഇടിവെട്ടും മിന്നലും. ഓരോ മിന്നലിലും കടലിൻ്റെ ഭീകരരൂപം അവർ കണ്ടു. ഇവിടെ ലോകം അവസാനിക്കുകയാണ്, ഇനി മുന്നോട്ടു പോയാൽ നരകമാണ് എന്ന് നാവികർ നിലവിളിച്ചു. അവർ ഗാമയോട് കെഞ്ചി, നമുക്ക് തിരിച്ചു പോകാം ക്യാപ്റ്റൻ, ഈ രാക്ഷസ തിരമാലകളെ ജയിക്കാൻ മനുഷ്യന് കഴിയില്ല. പക്ഷേ ഗാമ വഴങ്ങിയില്ല. കപ്പലിൻ്റെ ഡെക്കിൽ നനഞ്ഞു കുതിർന്ന് ഒരു കൈകൊണ്ട് വടത്തിൽ മുറുകെ പിടിച്ച് അദ്ദേഹം നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു. പോർച്ചുഗലിലെ രാജാവിന് കൊടുത്ത വാക്ക് പാലിക്കാതെ തിരിച്ചുപോയാൽ അത് മരണത്തേക്കാൾ വലിയ അപമാനമാണ്.
ദൈവം നമ്മളെ ഇത്രയും ദൂരം കൊണ്ടുവന്നത് മുക്കിക്കൊല്ലാനല്ല എന്ന് അദ്ദേഹം നാവികരോട് അലറിപ്പറഞ്ഞു. ദിവസങ്ങളോളം ഈ നരകയാത്ര തുടർന്നു. ഉറക്കമില്ലാത്ത, വെളിച്ചമില്ലാത്ത ദിവസങ്ങൾ. ഒടുവിൽ നവംബർ 22-ാം തീയതി ഉച്ചയോടെ കാറ്റിന് ശമനമുണ്ടായി. മേഘങ്ങൾ മാറി സൂര്യനെത്തി നോക്കി. അവരുടെ കപ്പലുകൾ ആ വലിയ കടമ്പ കടന്നിരിക്കുന്നു. ആഫ്രിക്കയുടെ മുനമ്പ് അവർ ചുറ്റിയിരിക്കുന്നു. നാവികർക്കത് വിശ്വസിക്കാനായില്ല. അവർ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മുനമ്പിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ 2 സമുദ്രങ്ങളുടെ സംഗമം കാണാം. ആ കാഴ്ച അവർക്ക് പുതിയൊരു ഊർജം നൽകി. ഇനി കപ്പൽ വടക്കോട്ട് കിഴക്കൻ തീരത്തേക്ക് തിരിക്കാം. ഇന്ത്യൻ മഹാസമുദ്രം അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഗാമയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. പോർച്ചുഗീസ് നാവികനായ ബാർത്തലോമിയോ ഡയസ് വർഷങ്ങൾക്ക് മുൻപ് എവിടെ വെച്ച് തിരിച്ചുപോയോ ആ സ്ഥലം അവർ പിന്നിട്ടിരിക്കുന്നു. മുനമ്പ് ചുറ്റിയ ശേഷം അവർ വടക്കോട്ട് യാത്ര തിരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മോസൽ ബേ എന്ന സ്ഥലത്ത് നങ്കൂരമിട്ടു. അവിടെ വെച്ച് ഗാമ ഒരു കടുപ്പമേറിയ തീരുമാനമെടുത്തു. 4 കപ്പലുകളുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളിലെ യാത്രക്കിടയിൽ അസുഖം വന്ന പല നാവികരും മരിച്ചുപോയി. ബാക്കിയുള്ളവരെ വെച്ച് 4 കപ്പലുകൾ നിയന്ത്രിക്കുക അസാധ്യമാണ്. അതിനാൽ ഭക്ഷണവും വെള്ളവും സൂക്ഷിച്ചിരുന്ന ആ സപ്ലൈ കപ്പൽ അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിലെ സാധനങ്ങളെല്ലാം മറ്റു 3 കപ്പലുകളിലേക്ക് മാറ്റി. എന്നിട്ട് ആ പഴയ കപ്പലിന് അവർ തീയിട്ടു. നടുകടലിൽ ആ കപ്പൽ കത്തിയെരിയുന്നത് നാവികർ സങ്കടത്തോടെ നോക്കി നിന്നു. തങ്ങളുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. ഇപ്പോൾ ഗാമയുടെ പടയിൽ 3 കപ്പലുകൾ മാത്രം: സാവോ ഗബ്രിയേൽ, സാവോ റഫേൽ, ബെരിയോ. യാത്ര വീണ്ടും തുടർന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വില്ലൻ അവർക്ക് മുന്നിലെത്തി: അഗുൽ ഹാസ് കറന്റ്. കടലിലെ ശക്തമായ അടിയൊഴുക്കാണിത്. കപ്പൽ വടക്കോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഒഴുക്ക് അവരെ തെക്കോട്ട് തള്ളിക്കൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ അവർ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയ ദൂരം രാത്രിയാകുമ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് പിന്നിലേക്ക് പോകും. എങ്കിലും കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നു. ആ കാറ്റിൻ്റെ ബലത്തിൽ അവർ പതിയെ പതിയെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി മുകളിലേക്ക് നീങ്ങി. ഡിസംബർ മാസം പകുതിയായി. നാവികർക്കിടയിൽ വീണ്ടും അസുഖങ്ങൾ പടർന്നു തുടങ്ങി. സ്കർവി എന്ന രോഗമായിരുന്നു അത്. മോണകൾ വീർത്ത്, പല്ലുകൾ കൊഴിഞ്ഞ്, ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് നാവികർ കഷ്ടപ്പെട്ടു. ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാത്തതുകൊണ്ട് വരുന്ന രോഗമാണിത്. പലരും വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും ക്രിസ്മസ് അടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ദിവസം അവർക്ക് പ്രതീക്ഷ നൽകി. ഡിസംബർ 25, ക്രിസ്മസ് ദിനം. അന്ന് രാവിലെ അവർ കപ്പലിൻ്റെ ഡെക്കിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. അതുവരെ കണ്ട വരണ്ട പാറക്കൂട്ടങ്ങളും മരുഭൂമികളും മാറി പച്ചപ്പ് നിറഞ്ഞ ഒരു തീരം. മരങ്ങളും ചെടികളും നിറഞ്ഞ സുന്ദരമായ ഭൂമി. കടലിലെ നീലയും കരയിലെ പച്ചപ്പും ചേർന്ന് സ്വർഗം പോലെ തോന്നിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനദിവസം കണ്ടെത്തിയതുകൊണ്ട് ഗാമ ആ സ്ഥലത്തിന് ടെറാ നതാലിസ് എന്നു പേരിട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ നത്താൽ എന്നാൽ ജനനം അല്ലെങ്കിൽ ക്രിസ്മസ് എന്നർത്ഥം. ഇന്നത്തെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബൺ നഗരമൊക്കെ സ്ഥിതി ചെയ്യുന്ന ക്വാസുലു നതാൽ പ്രവിശ്യയാണത്. ആ പേര് ഇന്നും നിലനിൽക്കുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഒരു കൗതുകമാണ്. ആ പച്ചപ്പ് കണ്ടപ്പോൾ നാവികർക്ക് ഗൃഹാതുരത്വം തോന്നി. തങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവർ ഓർത്തു. പള്ളിയിലെ മണിയൊച്ചയും വീട്ടിലെ വിരുന്നും അവരുടെ മനസ്സിലെത്തി. കടലിലെ തിരക്കുകൾക്കിടയിലും അവർ കപ്പലിൽ ഒരു ചെറിയ പ്രാർത്ഥന നടത്തി. ആ നിമിഷം കൊടുങ്കാറ്റും മരണഭയവും എല്ലാം മറന്ന് അവർ ശാന്തരായി. ഇന്ത്യൻ മഹാസമുദ്രം അത്ര മോശക്കാരനല്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള ദൂരം ഇനിയും ഏറെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കടമ്പകൾ അവർ കടന്നു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് അപരിചിതമായ സംസ്കാരങ്ങളും പുതിയ മനുഷ്യരുമാണ്. ഗാമ തൻ്റെ ഭൂപടത്തിൽ പുതിയൊരു വര കൂടി വരച്ചു ചേർത്തു. ലോകം ചുരുങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മുടെ കപ്പലുകൾ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പച്ചപ്പ് നിറഞ്ഞ തീരങ്ങളും പിന്നിട്ട് വീണ്ടും വടക്കോട്ട് നീങ്ങുകയാണ്. ഇതുവരെ കണ്ട കാഴ്ചകളല്ല ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ടത് കാടുകളും നാണം മറയ്ക്കാൻ മൃഗത്തോലുടുത്ത ഗോത്രവർഗക്കാരെയുമായിരുന്നു. എന്നാൽ വടക്കോട്ട് പോകുന്തോറും അന്തരീക്ഷം മാറുകയാണ്. 1498 മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ അവർ മൊസാംബിക്കിൻ്റെ തീരത്തെത്തി. ദൂരെ നിന്ന് തന്നെ ഗാമയും കൂട്ടരും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഓലമേഞ്ഞ കുടിലുകൾക്ക് പകരം വെളുത്ത കല്ലുകൊണ്ട് കെട്ടിയ വലിയ കെട്ടിടങ്ങൾ, തുറമുഖത്ത് തിരക്കേറിയ കച്ചവടം. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതല്ലായിരുന്നു.
അവിടെ കണ്ട കപ്പലുകളായിരുന്നു. അതുവരെ യൂറോപ്യന്മാർക്ക് മാത്രം അറിയാമായിരുന്ന വലിയ പായ്ക്കപ്പലുകളിതാ ഇവിടെയും കിടക്കുന്നു. ദൗവുകൾ എന്ന് വിളിക്കുന്ന അറബികളുടെ കപ്പലുകൾ. ത്രികോണാകൃതിയിലുള്ള പായകൾ വിരിച്ച് വേഗത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ. ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങളെത്തിയിരിക്കുന്നത് അപരിചിതമായ ഒരിടത്തല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി സജീവമായ വലിയൊരു കച്ചവട ലോകത്തേക്കാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവടം നിയന്ത്രിക്കുന്നത് അറബികളാണ്. സ്വർണവും ആനക്കൊമ്പും തുണിത്തരങ്ങളും അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഇവർ മുസ്ലിങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ ശത്രുതയിലാണ്. പോർച്ചുഗലിൽ നിന്ന് വന്നവരാണ്, ക്രിസ്ത്യാനികളാണ് എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ തലവെട്ടും. അതുകൊണ്ട് ഗാമ നാവികർക്ക് കർശനമായ നിർദ്ദേശം നൽകി. ആരും കുരിശു പുറത്ത് കാണിക്കരുത്. ബൈബിൾ ഒളിപ്പിച്ചു വെക്കുക. നമ്മളും മുസ്ലിങ്ങളാണ് എന്ന് പറയുക. ഇതൊരു വലിയ ചൂതാട്ടമായിരുന്നു. വേഷം കൊണ്ടും ഭാഷ കൊണ്ടും അവർ വേറിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആഫ്രിക്കയുടെ വടക്കൻ ഭാഗത്തുള്ള മൊറോക്കോയിൽ നിന്നുള്ള മുസ്ലിങ്ങളാണെന്ന് കള്ളം പറയാൻ ഗാമ തീരുമാനിച്ചു. കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ചെറിയ വള്ളങ്ങളിൽ തദ്ദേശീയർ കപ്പലിനടുത്തേക്ക് വന്നു. തലപ്പാവ് ധരിച്ച, അരയിൽ വാളുകൾ തൂക്കിയ ഗൗരവക്കാരായ മനുഷ്യർ. അവർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയില്ലെങ്കിലും കൂട്ടത്തിൽ അറബിക് സംസാരിക്കാൻ അറിയാവുന്ന ഒരു നാവികൻ ഗാമയുടെ കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ കച്ചവടക്കാരാണ്, ഇന്ത്യയിലേക്ക് പോവുകയാണ് എന്നയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ നാട്ടുകാർക്ക് സന്തോഷമായി. അവർ ഗാമയെയും കൂട്ടരെയും കരയിലേക്ക് ക്ഷണിച്ചു. പിറ്റേന്ന് സാക്ഷാൽ മൊസാംബിക്കിലെ സുൽത്താൻ തന്നെ കപ്പൽ സന്ദർശിക്കാനെത്തി. ഗാമ കപ്പൽ അലങ്കരിക്കാൻ ഉത്തരവിട്ടു. വലിയ വിരുന്നൊക്കെ ഒരുക്കി. പക്ഷെ ഇവിടെയാണ് ഗാമയ്ക്ക് ആദ്യത്തെ വലിയ അബദ്ധം പറ്റുന്നത്. സുൽത്താന് കൊടുക്കാൻ ഗാമ കരുതിയ സമ്മാനങ്ങൾ: കുറച്ച് ചുവന്ന തുപ്പികൾ, പിച്ചള പാത്രങ്ങൾ, പവിഴമാലകൾ, പിന്നെ കുറച്ച് ഉണക്ക ബിസ്ക്കറ്റും. യൂറോപ്പിലെ ഗ്രാമങ്ങളിൽ ഇതൊക്കെ വലിയ കാര്യമായിരിക്കാം. പക്ഷേ സ്വർണവും രത്നങ്ങളും കണ്ട് ശീലിച്ച പട്ടുതുണികൾ ഉടുക്കുന്ന സുൽത്താന് ഇത് കണ്ടപ്പോൾ പുച്ഛം തോന്നി. ഇതാണോ ഒരു രാജാവ് കൊടുത്തയക്കുന്ന സമ്മാനം? ഒരു സാധാരണ കച്ചവടക്കാരൻ പോലും ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ തരുമല്ലോ എന്ന രീതിയിൽ സുൽത്താൻ ആ സാധനങ്ങൾ തട്ടിമാറ്റി. ഗാമയുടെ മുഖം അപമാനം കൊണ്ട് ചുവന്നു. എങ്കിലും അയാൾ ദേഷ്യം പുറത്ത് കാണിച്ചില്ല. സുൽത്താൻ ചോദിച്ചു, നിങ്ങൾ തുർക്കികളിൽ നിന്നുള്ളവരാണോ? നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എവിടെ? ഗാമ ആകെ വിയർത്തുപോയി. ഖുറാൻ കാണിക്കാൻ പറഞ്ഞാൽ കയ്യിലില്ല. അത് ഞങ്ങളുടെ നാട്ടിലെ കപ്പലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗാമ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞുമാറി. സുൽത്താന് സംശയം തുടങ്ങി. ഇവരുടെ പെരുമാറ്റത്തിലും വേഷത്തിലും എന്തോ പന്തികേടുണ്ട്. സുൽത്താൻ കപ്പലിൽ നിന്നിറങ്ങിപ്പോയി. പക്ഷെ പോകുമ്പോൾ ആ നോട്ടത്തിൽ വലിയൊരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഗാമയ്ക്ക് മനസ്സിലായി, കള്ളി വെളിച്ചത്താകാൻ പോകുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും മരിച്ചു വീഴും. അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിഞ്ഞു. അതുവരെ ചിരിച്ചു സംസാരിച്ചിരുന്ന നാട്ടുകാർ ഇപ്പോൾ കപ്പലിന് നേരെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ഗാമയുടെ നാവികർ കുടിവെള്ളമെടുക്കാൻ കരയിലേക്ക് ചെറിയ തോണിയിൽ പോയപ്പോൾ നാട്ടുകാർ അവരെ തടഞ്ഞു. കല്ലേറും അസഭ്യവർഷവുമായി. ക്രിസ്ത്യാനികൾ, ചാരന്മാർ എന്നുള്ള വിളികൾ ഉയർന്നു കേട്ടു. ഗാമയുടെ കള്ളം പൊളിഞ്ഞിരിക്കുന്നു. തങ്ങൾ മുസ്ലിങ്ങളല്ല എന്നവർ തിരിച്ചറിഞ്ഞു. മൊസാംബിക്കിലെ തുറമുഖത്ത് യുദ്ധത്തിൻ്റെ മണം പരന്നു. സുൽത്താൻ തൻ്റെ ഭടന്മാരോട് ഗാമയുടെ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു എന്ന് ചാരന്മാർ വഴി ഗാമ അറിഞ്ഞു. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. രാത്രിയുടെ മറവിൽ സുൽത്താൻ്റെ പടയാളികൾ വള്ളങ്ങളിൽ വന്ന് കപ്പൽ വളയാൻ സാധ്യതയുണ്ട്. ഗാമ തൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തെടുത്തു. അവർ നമ്മളെ ആക്രമിക്കുന്നതിനു മുൻപേ നമുക്കവരെ വിറപ്പിക്കണം, ഗാമ പറഞ്ഞു. സാവോ ഗബ്രിയേലിലെ പീരങ്കികൾ കരയിലേക്ക് തിരിച്ചു വയ്ക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. പോർച്ചുഗീസ് പീരങ്കികൾ തീതുപ്പി. ആ വലിയ ശബ്ദം മൊസാംബിക്കിൻ്റെ തീരത്തെ നടുക്കി. അതുവരെ അത്തരം വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടില്ലാത്ത നാട്ടുകാർ ഭയന്നോടി. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. തെങ്ങുകൾ ഒടിഞ്ഞു വീണു. തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന അറബികളുടെ വള്ളങ്ങളും കപ്പലുകളും പീരങ്കി വെടിയേറ്റ് തകർന്നു. ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല ഗാമയുടെ ലക്ഷ്യം, മറിച്ച് ഭയപ്പെടുത്തുക എന്നതായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കളിച്ചാൽ വിവരമറിയും എന്നൊരു താക്കീത്. പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ചിതറിയോടുന്ന ബഹളത്തിനിടയിൽ ഗാമ കപ്പലുകൾ തുറമുഖത്ത് നിന്ന് പുറത്തിറക്കി. കപ്പൽ അകന്നു പോകുമ്പോഴും ഗാമയുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. പോകുന്ന വഴിയിൽ കണ്ട ചെറിയ വള്ളങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആ ദേഷ്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുമെന്ന് കരുതിയ പൈലറ്റിനെ, അതായത് വഴികാട്ടിയെ അവർക്ക് കിട്ടിയില്ല. ഇന്ത്യൻ മഹാസമുദ്രം ഇനിയും കടക്കാനുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയില്ല. സത്യത്തിൽ മൊസാംബിക്കിലെ അനുഭവം ഗാമയ്ക്ക് വലിയൊരു പാഠമായിരുന്നു. യൂറോപ്പിൽ തങ്ങൾ വലിയവരായിരിക്കാം,
പക്ഷേ ഇവിടെ തങ്ങൾ ഒന്നുമല്ല. ഇവിടെ കച്ചവടം നടക്കുന്നത് സ്വർണത്തിലാണ്. തങ്ങളുടെ കയ്യിലുള്ള തുരുമ്പിച്ച സാധനങ്ങൾ ആർക്കും വേണ്ട. മാത്രമല്ല, ഈ കടലിൽ തങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. ചുറ്റും ശത്രുക്കളാണ്. ഓരോ തുറമുഖത്തും തങ്ങളെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളാണ്. കടലിൽ വെച്ച് കാറ്റിൻ്റെ ഗതി വീണ്ടും മാറി. ശക്തമായ ഒഴുക്ക് അവരെ വീണ്ടും പിന്നോട്ട് വലിക്കാൻ നോക്കി. നാവികർക്ക് നിരാശ തോന്നി. നമ്മൾ എങ്ങോട്ടാണീ പോകുന്നത്? കരയിലിറങ്ങിയാൽ ശത്രുക്കൾ, കടലിലാണെങ്കിൽ കൊടുങ്കാറ്റ്, അവർ പറഞ്ഞു. പക്ഷെ ഗാമയ്ക്കൊരു ആശ്വാസമുണ്ടായിരുന്നു. മൊസാംബിക്കിൽ കണ്ട സാധനങ്ങൾ, സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും തെളിയിക്കുന്നത് ഇന്ത്യ അടുത്തുണ്ട് എന്നാണ്. ഇനിയും വടക്കോട്ട് പോയാൽ തീർച്ചയായും ഇന്ത്യയിലേക്ക് വഴി കാണിക്കുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ അവർ യാത്ര തുടർന്നു. പീരങ്കി പുകയുടെ ഗന്ധം അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് അപ്പോഴും മാറിയിരുന്നില്ല. ആ ഗന്ധം വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു. മൊസാംബിക്കിലെ പീരങ്കി വെടിയൊച്ചകൾക്ക് ശേഷം നമ്മുടെ കപ്പലുകൾ വടക്കോട്ട് പാഞ്ഞു പോവുകയാണ്. ഗാമയുടെയും നാവികരുടെയും മനസ്സിപ്പോൾ ആകെ അസ്വസ്ഥമാണ്. കാരണം ആഫ്രിക്കയുടെ കിഴക്കൻ തീരം മുഴുവൻ ശത്രുക്കളാണോ എന്ന ഭയം അവർക്കുണ്ട്. മൊസാംബിക്കിന് ശേഷം അവർ മൊംബാസ എന്നൊരു സ്ഥലത്തുകൂടി കയറാൻ ശ്രമിച്ചിരുന്നു. അവിടെയും അവർക്ക് ലഭിച്ചത് ചതിയുടെ കൈപ്പേറിയ അനുഭവമായിരുന്നു. തങ്ങളെ ഒടുക്കാൻ പാകത്തിന് കിണിവെച്ചിരിക്കുകയാണ് ഓരോ തുറമുഖത്തും എന്ന് ഗാമ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി ആരെ വിശ്വസിക്കുമെന്നറിയാത്ത അവസ്ഥ. കുടിവെള്ളം തീരുന്നു, ഭക്ഷണവും കുറവാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാതെ പറ്റില്ല. അങ്ങനെയിരിക്കെയാണ് 1498 ഏപ്രിൽ 14 ഈസ്റ്റർ ദിനങ്ങൾക്ക് തൊട്ടടുത്ത സമയത്ത് അവർ മറ്റൊരു നഗരത്തിന്റെ മുന്നിലെത്തുന്നത്. അതാണ് മാലിന്തി, ഇന്നത്തെ കെനിയയിലുള്ള ഒരു മനോഹരമായ തുറമുഖ നഗരം. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് മൊസാംബിക്കോ മൊംബാസയോ പോലെയല്ല. വെളുത്ത നിറം പൂശിയ മനോഹരമായ ഇരുനില വീടുകൾ, കടൽക്കരയിൽ തിരക്കിട്ട് നടക്കുന്ന കച്ചവടക്കാർ. ഒരു യൂറോപ്യൻ നഗരത്തിന്റെ ഛായയുണ്ട് മാലിന്യയ്ക്ക്. പക്ഷേ പഴയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഗാമ കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിച്ചില്ല. പകരം കടലിൽ തന്നെ നങ്കൂരമിട്ട് കിടന്നു. ഇനിയും ഒരു കെണിയിൽ പോയി ചാടാൻ എനിക്ക് വയ്യ, ഗാമ പിറുപിറുത്തു. എന്നാൽ ചരിത്രം അവിടെ ഗാമയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം കാത്തുവച്ചിരുന്നു. മാലിന്തിയിലെ സുൽത്താൻ ഗാമയുടെ കപ്പലുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൂതന്മാരെ അയച്ചു. ഗാമ ആദ്യം സംശയിച്ചു, ഇതും ചതിയാണോ എന്നദ്ദേഹം ഭയന്നു. പക്ഷേ കാര്യം അതല്ലായിരുന്നു. മാലിന്തിയിലെ സുൽത്താന് അയൽരാജ്യമായ മൊംബാസയുമായി കൊടും പകയാണ്. മൊംബാസയിലെ സുൽത്താന്റെ ശത്രുക്കൾ ആരു വന്നാലും അവർ മാലിന്യയ്ക്ക് മിത്രങ്ങളാണ്. ഗാമ മൊംബാസയിൽ പ്രശ്നമുണ്ടാക്കിയെന്നത് മാലിന്യ സുൽത്താന് വലിയ സന്തോഷം നൽകി. എന്റെ ശത്രുവിന്റെ ശത്രു എന്റെ മിത്രം എന്ന പഴയ തന്ത്രം. സുൽത്താൻ വലിയ സമ്മാനങ്ങളുമായാണ് ദൂതന്മാരെ അയച്ചത്. കപ്പലിലെ നാവികർ ആ കാഴ്ച കണ്ട് കൊതിയോടെ നോക്കി നിന്നു. ഫ്രഷായ ആടുകൾ, കോഴികൾ, നാരങ്ങകൾ, ഓറഞ്ചുകൾ, കരിമ്പ്. മാസങ്ങളായി ഉപ്പിട്ട ഇറച്ചിയും ഉണക്ക ബിസ്ക്കറ്റും തിന്നുമടുത്ത നാവികർക്ക് ഇതൊരു സദ്യ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നാരങ്ങയും ഓറഞ്ചും സ്കർവി രോഗം വന്നവർക്ക് മരുന്നുപോലെയായിരുന്നു. ഗാമയ്ക്ക് പതിയെ ആശ്വാസമായി. സുൽത്താൻ നേരിട്ട് കപ്പലിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാജകീയമായൊരു കൂടിക്കാഴ്ചയാണ് പിന്നീട് നടന്നത്. സുൽത്താൻ വന്നത് പട്ടുതുണികൾ വിരിച്ച, സംഗീതജ്ഞർ അകമ്പടി സേവിക്കുന്ന ഒരു വലിയ വള്ളത്തിലാണ്. അദ്ദേഹം ധരിച്ചിരുന്നത് വില കൂടിയ ദാമസ്ക് തുണിത്തരങ്ങളും തലയിൽ പട്ടും രത്നങ്ങളും പതിച്ച തലപ്പാവുമാണ്. ഇത്തവണ ഗാമയ്ക്ക് തെറ്റുപറ്റിയില്ല. തൻ്റെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനങ്ങൾ അദ്ദേഹം സുൽത്താന് നൽകി. ഇരുവരും ചേർന്നൊരു സഖ്യമുണ്ടാക്കി. ഗാമയ്ക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. 1, കുറച്ചുനാൾ വിശ്രമിക്കാൻ അനുവാദം. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലേക്ക് വഴിയറിയാവുന്ന ഒരു വഴികാട്ടിയെ. ഇവിടെ വെച്ച് ഗാമ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. മാലിന്തിയിലെ തെരുവുകളിൽ തലപ്പാവ് വയ്ക്കാത്ത നീണ്ട മുടിയുള്ള വേറൊരു തരം വസ്ത്രം ധരിക്കുന്ന മനുഷ്യർ. അവർ മുസ്ലിങ്ങളല്ല എന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം. ഗാമ അവരെ കണ്ട് തെറ്റിദ്ധരിച്ചു. ഇവർ ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളാണ് എന്ന്. യഥാർത്ഥത്തിൽ അവർ ഗുജറാത്തിൽ നിന്നും മറ്റും വന്ന ഹിന്ദു കച്ചവടക്കാരായിരുന്നു. എങ്കിലും ഇന്ത്യക്കാർ അവിടെയുണ്ട് എന്നത് ഗാമയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഇന്ത്യ ഇനിയും ഏറെ അകലെയല്ല. കപ്പലിലെ തടവുകാരെ കരയിലേക്ക് വിട്ട് ഗാമ വിവരങ്ങൾ ശേഖരിച്ചു. സുൽത്താൻ വാക്കുപാലിച്ചു. ഇന്ത്യയിലേക്ക് പോകാൻ
നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച നാവികനെ തരാം, സുൽത്താൻ പറഞ്ഞു. സുൽത്താൻ ഏർപ്പാടാക്കി തന്ന ആ വഴികാട്ടി ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കവിഷയമാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിലർ പറയുന്നു അത് പ്രശസ്തനായ അഹമ്മദ് ഇബിൻ മാജിദ് ആയിരുന്നുവെന്ന്. അതല്ല, ഗുജറാത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം നാവികനായിരുന്നു എന്നും പറയപ്പെടുന്നു. ആര് തന്നെയായാലും അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല. ഗാമയുടെ കപ്പലിൽ കയറിയ ആ മനുഷ്യൻ കയ്യിൽ കരുതിയിരുന്നത് അത്യാധുനികമായ ഉപകരണങ്ങളായിരുന്നു. ഗാമ തൻ്റെ കൈവശമുള്ള മരത്തിൽ തീർത്ത പഴയ ആസ്ട്രോലാബ് കാണിച്ചപ്പോൾ ആ വഴികാട്ടിക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്ന് തിളങ്ങുന്ന പിച്ചളയിൽ തീർത്ത കൃത്യതയാർന്ന ഉപകരണങ്ങൾ എടുത്തു കാണിച്ചു. ഗാമ അമ്പരന്നുപോയി. യൂറോപ്പിലെ നാവികരേക്കാൾ എത്രയോ മടങ്ങ് അറിവുള്ളവരാണിവർ എന്ന് ഗാമയ്ക്ക് മനസ്സിലായി. ഏപ്രിൽ 24-ാം തീയതി യാത്ര തുടങ്ങാൻ സമയമായി. മാലിന്തിയിലെ സുൽത്താനോട് നന്ദി പറഞ്ഞ് പുതിയ വഴികാട്ടിയുടെ നിർദ്ദേശപ്രകാരം കപ്പലുകൾ പായ വിരിച്ചു. ഇത്തവണ അവർ തീരത്തോട് ചേർന്നു പോകുകയല്ല, വടക്കുകിഴക്ക് ദിശയിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നെഞ്ചിലൂടെ നേരെ വിടാനാണ് പൈലറ്റിൻ്റെ നിർദ്ദേശം. ഇപ്പോൾ മൺസൂൺ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാറ്റ് നമ്മളെ ഇന്ത്യയുടെ വാതിൽക്കലെത്തിക്കും, വഴികാട്ടി പറഞ്ഞു. അതൊരത്ഭുത യാത്രയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരടി മുന്നോട്ട് നീങ്ങാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാമല്ലോ. എന്നാൽ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കപ്പലുകളുടെ പായകളെ ബലമായി തള്ളി. കപ്പലുകൾ വെള്ളത്തിനു മുകളിലൂടെ തെന്നി നീങ്ങുന്നതുപോലെ തോന്നി. ദിവസവും നാഴികകൾ പിന്നിടുന്നു. നാവികർക്ക് അത് വിശ്വസിക്കാനായില്ല. ഇതൊരു മാന്ത്രിക കാറ്റാണ്, അവർ പരസ്പരം പറഞ്ഞു. ആകാശം തെളിഞ്ഞു നിന്നു. രാത്രിയിൽ വടക്കൻ ആകാശത്ത് ധ്രുവനക്ഷത്രം പോൾ സ്റ്റാർ വ്യക്തമായി തെളിഞ്ഞു വന്നു. പഴയ സുഹൃത്തിനെ കണ്ടതുപോലെ നാവികൻ അതിനെ നോക്കി സന്തോഷിച്ചു. വഴികാട്ടിക്ക് കടലിനെ കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ കടലിലെ വെള്ളത്തിൻ്റെ രുചിയും നിറവും നോക്കി കര എത്ര അകലെയാണെന്ന് പറയുമായിരുന്നു. 23 ദിവസങ്ങൾ. വെറും 23 ദിവസങ്ങൾ കൊണ്ടാണ് അവർ ആ വലിയ മഹാസമുദ്രം മുറിച്ചു കടന്നത്. അറ്റ്ലാന്റിക്കിൽ ചിലപ്പോൾ 3 മാസം കൊണ്ട് പോകുന്ന ദൂരമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ പിന്നിട്ടത്. ഗാമ കപ്പലിൻ്റെ അമരത്തു തന്നെ നിന്നു. ഓരോ നിമിഷവും ഹൃദയമിടിപ്പ് കൂടുകയാണ്. വർഷങ്ങളുടെ സ്വപ്നം, രാജാവിൻ്റെ ആഗ്രഹം എല്ലാം സഫലമാകാൻ പോകുന്നു. മെയ് മാസത്തിലെ ഒരു ഉച്ചനേരം. ആകാശത്ത് കാർമേഘങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കപ്പലിൻ്റെ ഏറ്റവും മുകളിലിരുന്നിരുന്ന നിരീക്ഷകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കര, കര കാണുന്നു. എല്ലാവരും ഓടിവന്നു. ചക്രവാളത്തിൽ മങ്ങിയ ഒരു മലനിര പോലെ കര കാണാം. വഴികാട്ടി ഗാമയുടെ അടുത്തേക്ക് വന്നു. ശാന്തമായി പറഞ്ഞു, അതാണ് ഇന്ത്യ, അതാണ് കോഴിക്കോട്. ഗാമയുടെ കണ്ണുകളിൽ ആ സമയം എന്തായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തുടക്കമായിരുന്നു ആ കാഴ്ച. നാവികർ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്രയും നാളത്തെ ദുരിതങ്ങൾക്കും പട്ടിണിക്കും മരണങ്ങൾക്കുമൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു, കരയിൽ അവരെ കാത്തിരിക്കുന്നത് പൂമാലകളല്ല, മറിച്ച് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളും വെല്ലുവിളികളുമാണെന്ന്. 1498 മെയ് 20. ചരിത്രപുസ്തകങ്ങളിൽ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തേണ്ട ദിവസമാണത്. കേരളത്തിൽ ഇടവപ്പാതി മഴ തുടങ്ങാറായ സമയം. ആകാശത്ത് കാർമേഘങ്ങൾ തിങ്ങി നിൽക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ നിന്നൽപ്പം മാറി കാപ്പാട് എന്ന ചെറിയ ഗ്രാമത്തിനു മുന്നിലുള്ള കടലിൽ ആ 3 കപ്പലുകൾ നങ്കൂരമിട്ടു. അന്നത്തെ കാപ്പാട് ഇന്നത്തെ പോലെയല്ല. നിറയെ തെങ്ങിൻ തോപ്പുകളും ഓലമേഞ്ഞ ചെറിയ വീടുകളും മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളും മാത്രമുള്ള ശാന്തമായൊരിടം. തീരത്ത് നിൽക്കുന്നവർ അത്ഭുതത്തോടെ കടലിലേക്ക് നോക്കി. കാരണം അതുവരെ അവർ കണ്ടിട്ടുള്ള അറബികളുടെയോ ചൈനക്കാരുടെയോ കപ്പലുകൾ പോലെയല്ല ഇത്. പായ്മരങ്ങളിൽ ചുവന്ന കുരിശു വരച്ച വിചിത്രമായ രൂപമുള്ള കപ്പലുകൾ. ഇതാരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം കാപ്പാട്ടെ കാട്ടിൽ അലയടിച്ചു. ഗാമ കപ്പലിൻ്റെ മുകളിൽ നിന്ന് ആധുനിക ദൂരദർശിനികളൊന്നുമില്ലാതെ തന്നെ ആ കരയിലേക്ക് നോക്കി. പച്ച വിരിച്ച ഭൂമി, തെങ്ങോലകൾ കാറ്റിലാടുന്നു. മഴക്കാറുള്ളതുകൊണ്ട് നല്ല ഇരുട്ടുണ്ട്. ഗാമയ്ക്കുള്ളിൽ ഭയമുണ്ട്. ഇത് ശരിക്കും ഇന്ത്യയാണോ അതോ ആഫ്രിക്കയിലെ ഏതെങ്കിലും കാടൻ പ്രദേശമാണോ? അതുറപ്പിക്കാൻ
ഗാമ നേരിട്ട് കരയിലേക്കിറങ്ങിയില്ല. അപരിചിതമായ കരയിൽ ആദ്യം ഇറങ്ങുക എന്നത് ആത്മഹത്യാപരമാണ്. അദ്ദേഹം തൻ്റെ കപ്പലിലെ ഒരു തടവുകാരനെ വിളിച്ചു. ജൊവാവോ ന്യൂനസ് എന്നായിരുന്നു അവൻ്റെ പേര്. "നീ പോയി നോക്കി വരൂ," ഗാമ ആജ്ഞാപിച്ചു. ഒരു ചെറിയ തോണിയിൽ ന്യൂനസിനെ കരയിലേക്ക് അയച്ചു. തോണി മണലിൽ തൊട്ടതും നാട്ടുകാർ ചുറ്റും കൂടി. കോഴിക്കോട്ടെ മീൻപിടുത്തക്കാരും സാധാരണക്കാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം. അവരവനെ തൊട്ടുനോക്കി. അവൻ്റെ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, താടി എല്ലാം അവർക്ക് കൗതുകമായിരുന്നു. പക്ഷേ അവരവനെ ഉപദ്രവിച്ചില്ല. കേരളീയരുടെ ആതിഥ്യമര്യാദ അന്നും പ്രസിദ്ധമാണല്ലോ. അവരിലൊരാൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്നൊരാൾ മുന്നോട്ട് വന്നു. അയാൾ ന്യൂനസിനെ നോക്കി യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഭാഷയിൽ അവനോട് ചോദിച്ചു, "നിന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്?" ന്യൂനസ് ഞെട്ടിപ്പോയി. ലോകത്തിൻ്റെ ഈ അറ്റത്ത് മലയാളം മാത്രം കേൾക്കുമെന്ന് കരുതിയ ഒരിടത്ത് തൻ്റെ നാട്ടിലെ ഭാഷ സംസാരിക്കുന്ന ഒരാൾ. അത് ട്യുണീഷ്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം വ്യാപാരിയായിരുന്നു. മോൺസായ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് യൂറോപ്യൻ ഭാഷകൾ അറിയാമായിരുന്നു. ന്യൂനസിന് ശ്വാസം നേരെ വീണതപ്പോഴാണ് താൻ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്തു തന്നെയാണ്. ഭയന്ന് വിറച്ചു നിന്ന ന്യൂനസ് ചരിത്രപ്രസിദ്ധമായ ആ മറുപടി നൽകി. "ഞങ്ങൾ ക്രിസ്ത്യാനികളെയും സുഗന്ധവ്യഞ്ജനങ്ങളെയും തേടി വന്നതാണ്." ആ മറുപടിയിൽ ഗാമയുടെ യാത്രയുടെ മുഴുവൻ ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഒന്ന്, മതപരമായ ലക്ഷ്യം, നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ രാജാക്കന്മാരെ കണ്ടെത്തുക. 2, സാമ്പത്തിക ലക്ഷ്യം, കുരുമുളകും ഏലക്കയും സ്വന്തമാക്കുക. മോൺസായ് അവനെ സമാധാനിപ്പിച്ചു. "പേടിക്കണ്ട, ഇതു നല്ലൊരു നാടാണ്. ഇവിടെ റൂബി രത്നങ്ങളും മരതകക്കല്ലുകളും സുഗന്ധവ്യഞ്ജനങ്ങളും സുലഭമാണ്" എന്നയാൾ പറഞ്ഞു. നാട്ടുകാർ ന്യൂനസിന് ഭക്ഷണം നൽകി. നല്ല അരിഭക്ഷണവും തേനും. മാസങ്ങളായി ഉണക്ക റൊട്ടി തിന്നു മടുത്ത അവന് അത് അമൃതുപോലെ തോന്നി. ന്യൂനസ് തിരികെ കപ്പലിലെത്തി ഗാമയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. "ക്യാപ്റ്റൻ, ഇത് ഇന്ത്യ തന്നെയാണ്. അവിടെ നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. സ്വർണവും രത്നങ്ങളും നിറഞ്ഞ നാടാണിത്," അവൻ ആവേശത്തോടെ പറഞ്ഞു. ഗാമയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. 10 മാസത്തെ കഷ്ടപ്പാട് വെറുതെയായില്ല. ആ രാത്രി കപ്പലിൽ അവർ ആഘോഷിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പിറ്റേന്ന് തീരത്തു നിന്ന് കൂടുതൽ വള്ളങ്ങൾ കപ്പലിനടുത്തേക്ക് വന്നു. അതിൽ കച്ചവടക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് പോർച്ചുഗീസുകാരെ പേടിയുണ്ടായിരുന്നില്ല. അവർ കപ്പലിൽ കയറി സാധനങ്ങൾ നോക്കി. ഗാമ അവരെ വീക്ഷിച്ചു. അവർ വെളുത്ത കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ചിലർ അരയിൽ കത്തിവെച്ചിട്ടുണ്ട്. ചെവിയിൽ വലിയ കമ്പലുകൾ. ഗാമ തെറ്റിദ്ധരിച്ചത് ഇവർ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ് എന്നാണ്. കാരണം ഇവരുടെ ക്ഷേത്രങ്ങളും പൂജകളും കണ്ടപ്പോൾ അത് ക്രിസ്ത്യൻ പള്ളികൾക്ക് സമാനമാണെന്ന് ഗാമ കരുതി. ഇവർ മുസ്ലിങ്ങളല്ല, അപ്പോൾ ഇവർ നമ്മളെപ്പോലെ ക്രിസ്ത്യാനികളായിരിക്കും എന്നൊരു വലിയ മണ്ടത്തരവുമായാണ് ഗാമ കാര്യങ്ങളെ സമീപിച്ചത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് ഭരിക്കുന്നത് സാമൂതിരി എന്ന ശക്തനായ രാജാവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖ നഗരങ്ങളിലൊന്നാണ് അന്ന് കോഴിക്കോട്. ചൈനയിൽ നിന്നുള്ള പട്ടുതുണികളും അറബ് നാടുകളിൽ നിന്നുള്ള കുതിരകളും കേരളത്തിലെ കുരുമുളകും അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സാമൂതിരി അപ്പോൾ കോഴിക്കോട് കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പൊന്നാനിയിലോ മറ്റോ യുദ്ധകാര്യങ്ങൾക്കായി പോയിരിക്കുകയായിരുന്നു. ഗാമയുടെ വരവ് സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ രാജാവിനെ അറിയിച്ചു. വിചിത്രമായ വസ്ത്രം ധരിച്ച വലിയ കപ്പലുകളുമായി കുറച്ചു വെള്ളക്കാർ വന്നിട്ടുണ്ട് എന്നായിരുന്നു സന്ദേശം. ഗാമ കാത്തിരുന്നു. സാമൂതിരിയുടെ ക്ഷണം കിട്ടാതെ കരയിലിറങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന് അദ്ദേഹത്തിനറിയാം. കേരളത്തിലെ കാലാവസ്ഥ ഗാമയെ അത്ഭുതപ്പെടുത്തി. വല്ലാത്തൊരു ചൂടും ഈർപ്പവും. യൂറോപ്പിലെ തണുപ്പിൽ നിന്ന് വന്നവർക്ക് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ. കടൽ ക്ഷോഭിക്കുന്നു. കപ്പൽ കാപ്പാട് നിന്ന് മാറ്റി പന്തലായനി കൊല്ലം എന്ന സ്ഥലത്തേക്ക്, കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീക്കാൻ അവർ തീരുമാനിച്ചു. അവിടെ ചെളി നിറഞ്ഞ കടൽ തീരമായതുകൊണ്ട് നങ്കൂരമിടാൻ എളുപ്പമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ സാമൂതിരിയുടെ ദൂതന്മാരെത്തി. രാജാവ് വിദേശികളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഗാമ കരയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. വെറുമൊരു നാവികനായിട്ടല്ല, പോർച്ചുഗലിലെ രാജാവിൻ്റെ അംബാസഡറായിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. കൂടെ വാളേന്തിയ ഭടന്മാരെയും കൂട്ടി. കാപ്പാട്ടെ മണലിൽ ഗാമയുടെ ബൂട്ട്സ് പതിഞ്ഞു. ആ കാൽപ്പാടുകൾ പതിഞ്ഞത് മണലിൽ മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂടിയായിരുന്നു.
നൂറ്റാണ്ടുകളായി അറബികൾ മാത്രം അനുഭവിച്ചിരുന്ന കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക തകർക്കാൻ ഒരു പുതിയ ശക്തി വന്നിരിക്കുന്നു. ഗാമ കരയിലിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ പുരുഷാരം. പറങ്കികൾ എന്ന് പിന്നീട് മലയാളികൾ വിളിച്ച ആ വിദേശികളെ കാണാനുള്ള കൗതുകമായിരുന്നു അവർക്ക്. ഗാമ തലയുയർത്തി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കാപ്പാട് നിന്ന് കോഴിക്കോട് നഗരത്തിലേക്കുള്ള ഗാമയുടെ യാത്ര ഒരു ഘോഷയാത്ര പോലെയായിരുന്നു. സാമൂതിരിയുടെ ഉദ്യോഗസ്ഥരായ നായർ പ്രമാണിമാർ അകമ്പടി സേവിച്ചു. ഗാമയ്ക്കിരിക്കാനായി അവരൊരു മഞ്ചൽ കൊണ്ടുവന്നിരുന്നു. യൂറോപ്പിൽ കുതിരപ്പുറത്ത് മാത്രം സഞ്ചരിച്ച് ശീലമുള്ള ഗാമയ്ക്ക് തോളിലേറ്റിക്കൊണ്ടുപോകുന്ന ഈ വാഹനം വലിയൊരു അത്ഭുതമായിരുന്നു. വഴിനീളെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വീടുകളുടെ മേൽക്കൂരകളിലും മരക്കൊമ്പുകളിലും വരെ ആളുകൾ കയറി നിൽക്കുന്നു. ഈ വിദേശികൾ ഏതോ അപൂർവ ജീവികളെപ്പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇതിനിടയിൽ കൊട്ടും കുരവയും വാദ്യമേളങ്ങളും, ആകെ ബഹളമയം. കേരളത്തിലെ ഈർക്കമുള്ള ചൂട് കാരണം ഗാമയും കൂട്ടരും വിയർത്തു കുളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കട്ടിയുള്ള വെൽവെറ്റ് കൂട്ടുകളും തൊപ്പികളും ഈ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിച്ചതായിരുന്നില്ല. യാത്രയ്ക്കിടയിൽ അവർ കണ്ടൊരു കാഴ്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശകളിലൊന്നായി മാറി. വഴിയരികിൽ വലിയൊരു ഹിന്ദു ക്ഷേത്രം അവർ കണ്ടു. കരിങ്കലിൽ തീർത്ത കൊത്തുപണികളുള്ള ഗംഭീരമായ ക്ഷേത്രം. ഗാമയും കൂട്ടരും വിചാരിച്ചത് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് എന്നാണ്. ഉള്ളിൽ കണ്ട വിഗ്രഹങ്ങളെ അവർ കന്യാമറിയമാണെന്ന് തെറ്റിദ്ധരിച്ചു. പൂജാരിമാർ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടപ്പോൾ അത് തങ്ങളുടെ നാട്ടിലെ ലത്തീൻ പ്രാർത്ഥനകൾ പോലെയാണെന്ന് അവർക്ക് തോന്നി. ഗാമയും നാവികരും ആ ക്ഷേത്രത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് മേരി മേരി എന്ന് പ്രാർത്ഥിച്ചു. ചുറ്റും നിന്ന ഹിന്ദുക്കൾ ഇതെല്ലാം കണ്ട് അമ്പരന്നു. ഇവർ ഏത് ദൈവത്തെയാണ് വിളിക്കുന്നത്? ഇവർ വിചിത്രമായ ആചാരങ്ങളുള്ള ക്രിസ്ത്യാനികളാണ് എന്ന് ഗാമ തൻ്റെ ഡയറിയിൽ കുറിച്ചു. സത്യം മനസ്സിലാക്കാൻ പിന്നെയും നാളുകളെടുത്തു. അവർ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കോഴിക്കോടന്ന് ഒരു സാധാരണ നഗരമല്ല, സത്യത്തിൻ്റെ തുറമുഖം എന്നാണ് അറബികൾ കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. അവിടത്തെ കാറ്റിൽ പോലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുണ്ടായിരുന്നു. വീടുകൾക്ക് മുന്നിൽ കുരുമുളക് ഉണക്കാനിട്ടിരിക്കുന്നു. ഇഞ്ചി ചാക്കുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നു. ഗാമയുടെ മൂക്കിലേക്ക് ആ മണം അടിച്ചു കയറി. യൂറോപ്പിലെ രാജാക്കന്മാർക്ക് മാത്രം വാങ്ങാൻ കഴിവുള്ള സ്വർണ്ണവിലയുള്ള ആ കറുത്ത മുത്തുകൾ, ബ്ലാക്ക് ഗോൾഡ്, ഇവിടെ വഴിയിൽ ഉണങ്ങാനിട്ടിരിക്കുകയാണ്. നാവികർ അത്ഭുതം കൊണ്ട് വായ പൊളച്ചുപോയി. അവർ സ്വപ്നലോകത്താണോ എന്ന് സംശയിച്ചു. നഗരത്തിലെ കെട്ടിടങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തടിയിൽ തീർത്ത മനോഹരമായ വീടുകൾ, വിശാലമായ മുറ്റങ്ങൾ, വഴിയിലുടനീളം തെളിഞ്ഞ വെള്ളമൊഴുകുന്ന തോടുകൾ. ലിസ്ബണിലെ അഴുക്കുചാലുകൾ കണ്ടു ശീലിച്ച നാവികർക്ക് കോഴിക്കോടിൻ്റെ വൃത്തി വലിയൊരു കാര്യമായി തോന്നി. പക്ഷേ അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങാടിയിലേക്കായിരുന്നു. ബിഗ് ബസാർ എന്ന് വിളിക്കുന്ന കച്ചവട കേന്ദ്രത്തിലേക്ക് അവരടുത്തു. അവിടെ കണ്ട തിരക്ക് അതുവരെ അവർ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെയുണ്ട്. ചൈനയിൽ നിന്നുള്ള പട്ടുമായി വന്നവർ, ആഫ്രിക്കയിൽ നിന്നുള്ള സ്വർണവുമായി വന്നവർ, പേർഷ്യയിൽ നിന്നുള്ള പരവതാനികൾ വിൽക്കുന്നവർ. ഭാഷകളുടെ ഒരു കലവറയായിരുന്നു ആ അങ്ങാടി. ഗാമയും സംഘവും അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ കണ്ട കച്ചവട രീതികൾ അവരെ ഞെട്ടിച്ചു. വെറും ബാർട്ടർ സമ്പ്രദായം മാത്രമല്ല അവിടെ നടക്കുന്നത്. കൃത്യമായ അളവുതൂക്കങ്ങൾ അവിടെയുണ്ട്. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഉപയോഗിച്ചാണ് കച്ചവടം. ഓരോ വ്യാപാരിക്കും അവരുടേതായ ത്രാസുകളുണ്ട്. തുലാസിൽ വെച്ച് കുരുമുളകും ഏലക്കയും തൂക്കുന്നത് കാണുമ്പോൾ നാവികർക്കത് സ്വർണം തൂക്കുന്നത് പോലെ തോന്നി. ആ അങ്ങാടിയിലെ യഥാർത്ഥ രാജാക്കന്മാർ അറബികളായിരുന്നു. മാപ്പിളമാർ എന്ന് വിളിക്കുന്ന തദ്ദേശീയരായ മുസ്ലിം വ്യാപാരികളും അവിടെ ശക്തരായിരുന്നു. അവർ ഗാമയെ കണ്ടപ്പോൾ മുഖം ചുളിച്ചു. തങ്ങളുടെ കച്ചവടം തകർക്കാൻ വന്നവരാണ് ഈ പറങ്കികളെന്ന് ആ കച്ചവടക്കാർക്ക് മണത്തു. അറബ് വ്യാപാരികൾ ഗാമയെ നോക്കി കാർക്കിച്ചു തുപ്പിയെന്ന് ചില ചരിത്രരേഖകളിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. എന്നാൽ ഗാമ അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളിലായിരുന്നു. കറുവപ്പട്ടയുടെ സുഗന്ധം, ഗ്രാമ്പൂവിൻ്റെ എരിവുള്ള മണം, ജാതിക്കയുടെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം. ഇതെല്ലാം നേരിട്ട് കാണുകയാണ്. യൂറോപ്പിൽ ഒരു പിടി കുരുമുളകിന് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വിലയുള്ളപ്പോൾ ഇവിടെ അത് വാരങ്ങളോളം നീളമുള്ള വെയർഹൗസുകളിൽ കുന്നുകൂടി കിടക്കുന്നു. ഗാമയുടെ കൂടെയുണ്ടായിരുന്നവർ അവിടെ കണ്ട കാഴ്ചകൾ അത്ഭുതത്തോടെ നോക്കി. ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, വില കൂടിയ രത്നങ്ങൾ, മാണിക്യം,
മരതകം, വൈഡൂര്യം എന്നിവ ചെറിയ തുണിപ്പൊതികളിൽ വെച്ച് വിൽക്കുന്നു. നാവികർ തങ്ങളുടെ കീശയിൽ തപ്പിയപ്പോൾ ശൂന്യതയായിരുന്നു. ഇവരുടെ കൈവശമുള്ള കുറച്ച് തുരുമ്പിച്ച കത്തികളും കണ്ണാടികളും മണിമാലകളും ഇവിടെ ആർക്കും വേണ്ടാത്ത സാധനങ്ങളാണ്. കോഴിക്കോട്ടെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ പോർച്ചുഗീസുകാർക്ക് തങ്ങൾ എത്ര ദരിദ്രരാണെന്ന് മനസ്സിലായി. നമ്മൾ വലിയവരാണെന്ന് കരുതി, പക്ഷേ ഈ കച്ചവടക്കാരുടെ മുന്നിൽ നമ്മൾ വെറും പിച്ചക്കാരാണ് എന്നൊരു നാവികൻ പറഞ്ഞത് വെറുതെയല്ല. വൈകുന്നേരമായപ്പോൾ വെയിലാറി. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് ശംഖുലി കേട്ടു. കോഴിക്കോട് നഗരം ഉറങ്ങാൻ പോവുകയല്ല, മറിച്ച് രാത്രി കച്ചവടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് തോന്നി. തെരുവുകളിൽ വിളക്കുകൾ തെളിഞ്ഞു. ഗാമയെ പാർപ്പിക്കാൻ സാമൂതിരി ഒരുക്കിയ അതിഥി മന്ദിരത്തിലേക്ക് അവർ നീങ്ങി. കല്ലുകൊണ്ട് കെട്ടിയ ഓടുമേഞ്ഞ വലിയൊരു വീട്. അവർക്ക് കഴിക്കാൻ വലിയ വാഴയിലയിൽ ചോറും പലതരം കറികളും നെയ്യിൽ വറുത്ത മീനും നൽകി. ആ എരിവും പുളിയും നാവികരുടെ നാവിനെ പൊള്ളിച്ചെങ്കിലും അവരത് ആസ്വദിച്ചു കഴിച്ചു. പക്ഷെ ഗാമയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അങ്ങാടിയിൽ കണ്ട ആ അറബ് വ്യാപാരികളുടെ കണ്ണുകളിലെ പക അദ്ദേഹം ഓർത്തു. സാമൂതിരിയെ കാണാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? കയ്യിലുള്ള സമ്മാനങ്ങൾ രാജാവിന് ഇഷ്ടപ്പെടുമോ, അതോ മൊസാംബിക്കിലെ പോലെ പരിഹസിക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾ ഗാമയെ അലട്ടി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കോഴിക്കോട്ടെ മഴയ്ക്കൊരു താളമുണ്ട്. ആ താളത്തിൽ ലയിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുള്ള കാറ്റുമേറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സംഘം ഇന്ത്യയുടെ മണ്ണിൽ അന്തിയുറങ്ങി. സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്കുള്ള ക്ഷണം ലഭിച്ചപ്പോൾ ഗാമ കരുതിയത് കാര്യങ്ങൾ എളുപ്പമായി എന്നാണ്. എന്നാൽ യഥാർത്ഥ നാടകം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1498 മെയ് 28 ഉച്ചതിരിഞ്ഞാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഗാമയും അദ്ദേഹത്തിൻ്റെ 13 വിശ്വസ്തരായ നാവികരും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പോർച്ചുഗലിലെ രാജാവ് മാനുവലിൻ്റെ കത്തും രാജാവിനെ പ്രതിനിധീകരിക്കുന്ന മുദ്രകളും അവർ കൂടെ കരുതിയിരുന്നു. കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ഗാമ ഒന്ന് അമ്പരന്നു. യൂറോപ്പിലെ കരിങ്കല്ലിൽ തീർത്ത ഇരുണ്ട കോട്ടകൾ പോലെയല്ല ഇത്. മരത്തിൽ തീർത്ത വായുസഞ്ചാരമുള്ള മനോഹരമായ കൊത്തുപണികളുള്ള വലിയൊരു മന്ദിരം. ചുറ്റും പൂന്തോട്ടങ്ങളും കുളങ്ങളും. കൊട്ടാരത്തിനു മുന്നിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. തിക്കിത്തിരക്കുന്ന ആളുകളെ മാറ്റാൻ സാമൂതിരിയുടെ ഭടന്മാർക്ക് വാൾ ഉറയിൽ നിന്ന് ഊരേണ്ടി വന്നു. ആ ബഹളത്തിനിടയിൽ ഗാമയും സംഘവും അകത്തേക്ക് കടന്നു. അകത്ത് കണ്ട കാഴ്ച അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ആയിരക്കണക്കിന് എണ്ണവിളക്കുകൾ അവിടെ കത്തി നിൽക്കുന്നു. ആ വെളിച്ചത്തിൽ കൊട്ടാരത്തിലെ സ്വർണ്ണ അലങ്കാരങ്ങൾ തിളങ്ങുന്നു. സാമൂതിരി ഇരിക്കുന്നത് ഒരു വലിയ സിംഹാസനത്തിലല്ല, മറിച്ച് വെളുത്ത പട്ടുവിരിച്ച പച്ച വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ മെത്തയിലാണ്. അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നു. കയ്യിൽ സ്വർണം കൊണ്ടുള്ളൊരു വലിയ പാത്രം. ഇടയ്ക്കിടെ അദ്ദേഹം വെറ്റില മുറുക്കി അതിലേക്ക് തുപ്പുന്നുണ്ടായിരുന്നു. ഇതൊരു പൊന്നും കോളാമ്പിയാണെന്ന് ഗാമയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. സാമൂതിരിയുടെ വേഷം ഗാമയെ അത്ഭുതപ്പെടുത്തി. യൂറോപ്പിലെ രാജാക്കന്മാരെ പോലെ കിരീടവും അങ്കിയുമൊന്നുമില്ല. അരയിൽ ഒരു വെള്ളമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടാൽ ആരും ഞെട്ടും. കഴുത്തിൽ വജ്രങ്ങളും മുത്തുകളും പതിച്ച മാലകൾ, കാതിൽ വലിയ രത്നക്കമ്മലുകൾ, കൈവിരലുകളിൽ തിളങ്ങുന്ന മോതിരങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും ആഭരണങ്ങൾ കിലുങ്ങുന്നുണ്ടായിരുന്നു. സാമൂതിരിയുടെ പേര് മാനവിക്രമൻ എന്നായിരുന്നു. സ്വാമി എന്നാണ് പരിചാരകർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഗാമ സാമൂതിരിയുടെ മുന്നിലേക്ക് ചെന്നു. രാജാവിനെ വണങ്ങുന്ന രീതിയിൽ 3 പ്രാവശ്യം കൈകൾ കൂപ്പി വായയോട് ചേർത്ത് സലാം പറഞ്ഞു. അന്നത്തെ രീതി അങ്ങനെയായിരുന്നു. സാമൂതിരി വലിയ ഭാവഭേദമൊന്നും കാണിച്ചില്ല. കണ്ണുകൾ കൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഗാമയ്ക്കിരിക്കാൻ അവർ ഒരു പീഠം നൽകി. എന്നാൽ ഗാമയുടെ കൂടെ വന്നവർക്കിരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർ നിന്നു വിയർക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന അന്തരീക്ഷം വളരെ ഗൗരവമേറിയതായിരുന്നു. സാമൂതിരിയുടെ കൂടെ നായർ പ്രമാണിമാരും അറബ് കച്ചവട പ്രമുഖരുമുണ്ടായിരുന്നു. അറബികൾ ഗാമയെ നോക്കി അടക്കം പറയുന്നത് ഗാമ ശ്രദ്ധിച്ചു. സംഭാഷണം തുടങ്ങിയത് ദ്വിഭാഷികൾ വഴിയാണ്. ഗാമ പറഞ്ഞു, ഞാൻ പോർച്ചുഗലിലെ രാജാവിൻ്റെ ദൂതനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ് അദ്ദേഹം. ഞങ്ങൾക്കിവിടെ കച്ചവടം ചെയ്യാനും സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനും ആഗ്രഹമുണ്ട്. സാമൂതിരി അത് കേട്ട് ഒന്ന് മൂളി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രാൻസിൽ നിന്നാണോ സ്പെയിനിൽ നിന്നാണോ? പോർച്ചുഗൽ എന്നൊരു രാജ്യത്തെപ്പറ്റി സാമൂതിരി കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അത് ഗാമയ്ക്ക് വലിയൊരു തിരിച്ചടിയായി. തങ്ങൾ വലിയവരാണെന്ന അഹങ്കാരം അവിടെ തകർന്നു വീണു.
ഏറ്റവും രസകരമായ കാര്യം, സാമൂതിരി ഇടയ്ക്കിടെ പച്ച നിറമുള്ള ചില ഇലകളും കായ്കളും വെറ്റിലയും അടക്കയും വായിലിട്ട് ചവയ്ക്കുന്നത് നാവികർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു എന്നതാണ്. ഇവരെന്താണ് ഈ തിന്നുന്നത്? ഇതിന് രക്തത്തിൻ്റെ നിറമാണല്ലോ എന്നവർ അത്ഭുതപ്പെട്ടു. സാമൂതിരിയുടെ ചോദ്യങ്ങൾ കൃത്യമായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഗാമ മറുപടി പറഞ്ഞു, കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും. സാമൂതിരി ചിരിച്ചു. അതിന് പകരമായി നിങ്ങൾ എന്തു തരും? ഈ ചോദ്യമാണ് ഗാമ ഭയന്നിരുന്നത്. കാരണം ഗാമയുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. കൂടിക്കാഴ്ചയുടെ ആദ്യഘട്ടം കഴിഞ്ഞ് ഗാമയെ വിശ്രമിക്കാൻ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. പിറ്റേന്ന് രാജാവിന് സമ്മാനങ്ങൾ നൽകാനുള്ള സമയമായി. ഗാമ തൻ്റെ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന രാജകീയ സമ്മാനങ്ങൾ സാമൂതിരിയുടെ ഉദ്യോഗസ്ഥരെ കാണിച്ചു. അവർ അത് കണ്ട് അന്തം വിട്ടുപോയി. ഗാമ നിരത്തിവെച്ച സാധനങ്ങൾ ഇവയായിരുന്നു: 4 ചുവന്ന തൊപ്പികൾ, 6 കൈ കഴുകാനുള്ള പാത്രങ്ങൾ, 2 വീപ്പ എണ്ണ, 2 വീപ്പ തേൻ, 6 തൊപ്പികൾ, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉണങ്ങിയ തുണികൾ. ഇത് കണ്ട സാമൂതിരിയുടെ കാര്യക്കാർക്ക് ചിരിയടക്കാനായില്ല. ഒരാൾ ചോദിച്ചു, ഇതാണോ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് കൊടുത്തയക്കുന്ന സമ്മാനം? ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ മെക്കയിൽ നിന്ന് വരുന്ന ഏറ്റവും ദരിദ്രനായ കച്ചവടക്കാരൻ പോലും കൊണ്ടുവരുമല്ലോ. ഇത് രാജാവിന് കൊടുത്ത് ഞങ്ങളെ നാണം കെടുത്തരുത്. ഗാമയുടെ മുഖം ചുവന്നു തുടുത്തു. അപമാനം കൊണ്ട് അദ്ദേഹം തല താഴ്ത്തി. ഗാമ ന്യായീകരിക്കാൻ ശ്രമിച്ചു, ഇതെൻ്റെ രാജാവ് കൊടുത്തയച്ചതല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നെടുത്തതാണ്. രാജാവ് കൊടുത്തയച്ച സ്വർണവും സമ്മാനങ്ങളുമൊക്കെ കപ്പൽ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ വേറെ കപ്പലിലാണ് എന്നൊക്കെ ഗാമ കള്ളം പറഞ്ഞു. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. ആ നിമിഷം ഗാമയുടെ കച്ചവട മോഹങ്ങൾ തകരുമോ എന്ന് തോന്നി. സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ ഈ ചവറുകൾ രാജാവിനു മുന്നിൽ വെക്കാൻ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അറബ് വ്യാപാരികൾ ഇതുകണ്ട് ആർത്തു ചിരിച്ചു. ഇവൻ വെറും കടൽക്കൊള്ളക്കാരനാണ്, രാജാവിൻ്റെ ദൂതനൊന്നുമല്ല എന്നവർ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ഗാമയ്ക്ക് വെറും കൈയോടെ സാമൂതിരിയെ വീണ്ടും കാണേണ്ടി വന്നു. സാമൂതിരി ചോദിച്ചു, നീ വന്നത് കച്ചവടത്തിനാണെങ്കിൽ സ്വർണം എവിടെ? ഇവിടെ സ്വർണം തന്നാലേ കുരുമുളക് കിട്ടൂ. ഗാമ പറഞ്ഞു, സ്വർണം ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഭാവിയിൽ ഞങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പിളായി കുറച്ച് സാധനങ്ങൾ തരണം. സാമൂതിരിക്ക് ഗാമയോട് സഹതാപം തോന്നിയോ അതോ പുച്ഛം തോന്നിയോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം, പക്ഷെ കാശ് കൊടുത്തു വാങ്ങണം. എൻ്റെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണം. ഈ കൂടിക്കാഴ്ച ഗാമയ്ക്ക് വലിയൊരു പാഠമായിരുന്നു. പോർച്ചുഗലിൽ താനൊരു വീരനായകനായിരിക്കാം, പക്ഷെ കോഴിക്കോട് താൻ വെറുമൊരു സാധാരണക്കാരൻ മാത്രം. സാമൂതിരിയുടെ ഗാംഭീര്യത്തിന് മുന്നിൽ ഗാമയുടെ അഹങ്കാരം നടന്നില്ല. ഗാമ സാമൂതിരിയോട് പോർച്ചുഗലിലെ രാജാവിന് ഒരു കത്ത് എഴുതി തരണമെന്നാവശ്യപ്പെട്ടു. സാമൂതിരി ഒരു താളിയോലയിൽ ഇരുമ്പാണി കൊണ്ട് എഴുതി നൽകി, വാസ്കോഡ ഗാമ എന്നൊരാൾ എൻ്റെ രാജ്യത്ത് വന്നിരുന്നു. എൻ്റെ രാജ്യത്ത് കുരുമുളകും ഇഞ്ചിയും രത്നങ്ങളും ധാരാളമുണ്ട്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ നാട്ടിലെ സ്വർണവും വെള്ളിയും പവിഴവുമാണ്. ഇതൊരു വലിയ വിജയമായിരുന്നു, ഒപ്പം വലിയൊരു തോൽവിയും. കച്ചവടത്തിന് അനുമതി കിട്ടി, പക്ഷേ രാജകീയ ബഹുമാനം കിട്ടിയില്ല. ഗാമയ്ക്ക് മനസ്സിലായി, അടുത്ത തവണ വരുമ്പോൾ തൊപ്പിയും തേനും കൊണ്ടുവന്നാൽ പോരാ, കപ്പൽ നിറയെ സ്വർണവും പീരങ്കികളും വേണം. കോഴിക്കോട്ടെ അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഗാമയുടെ കൈവശം പണമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റും വിറ്റ് കിട്ടിയ കാശുകൊണ്ട് കുറച്ച് കുരുമുളക് വാങ്ങി. ഇത് നാവികർക്ക് വലിയ നാണക്കേടായി തോന്നി. ലോകം വെട്ടിപ്പിടിക്കാൻ വന്നവർ തുണി വിറ്റ് കാശുണ്ടാക്കുന്നു. കൊട്ടാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഗാമയുടെ മനസ്സിൽ പകയുണ്ടായിരുന്നു. തന്നെ അപമാനിച്ച അറബികളോടും പുച്ഛിച്ച സാമൂതിരിയോടും പകരം വീട്ടണം. ആ പകയാണ് പിന്നീട് കേരളത്തിൻ്റെ ചരിത്രത്തെ ചോരയിൽ മുക്കിയ യുദ്ധങ്ങളായി മാറിയത്. ഗാമ തിരിച്ചു നടക്കുമ്പോൾ ആലോചിച്ചതൊന്നു മാത്രം, ഞാൻ തിരിച്ചുവരും, അന്ന് ഞാൻ തല കുലിച്ചാവില്ല നിൽക്കുക. സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ ഒട്ടും സുഗമമായിരുന്നില്ല. മെയ് മാസം മാറി ജൂൺ ജൂലൈ മാസങ്ങൾ വന്നു. കേരളത്തിൽ കാലവർഷം അതിൻ്റെ മുഴുവൻ ശക്തിയിലും പെയ്യുകയാണ്. മഴയത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്നാൽ മഴയേക്കാൾ ഗാമയെ അലട്ടിയത് രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ അനുവാദം വെച്ച് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഗാമയ്ക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. കോഴിക്കോട്ടെ അങ്ങാടിയിൽ ആരും ഗാമയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ തയ്യാറായില്ല. അറബ് വ്യാപാരികൾ എല്ലാ കുരുമുളകും ഏലക്കയും നേരത്തെ തന്നെ വാങ്ങിക്കൂട്ടിയിരുന്നു. പോരാത്തതിന് പോർച്ചുഗീസുകാർക്ക് സാധനങ്ങൾ കൊടുക്കരുത് എന്ന് അവർ പ്രാദേശിക കച്ചവടക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ നികുതി ചോദിച്ച് ഗാമയെ വട്ടം കറക്കി. കച്ചവടം ചെയ്യണമെങ്കിൽ ചുങ്കം, കസ്റ്റംസ് ഡ്യൂട്ടി തരണം,
അതും സ്വർണമായി തന്നെ വേണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഗാമയുടെ കയ്യിലാണെങ്കിൽ സ്വർണമില്ല. കയ്യിലുള്ള തുണിയും തുപ്പിയും വിറ്റാണ് അവർ അത്യാവശ്യം കുരുമുളക് ശേഖരിച്ചത്. ഇത് ഉദ്യോഗസ്ഥരെ ദേഷ്യം പിടിപ്പിച്ചു. അവർ ഗാമയുടെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന വെയർഹൗസ് സീല് ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് ഗാമയ്ക്ക് മനസ്സിലായി. അറബികൾ സാമൂതിരിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തു, ഇവൻ രാജാവിൻ്റെ ആളൊന്നുമല്ല, നാളെ നമ്മുടെ നാട് പിടിച്ചടക്കാൻ വരുന്ന ചാരനാണ്, ഇവനെ പോകാൻ അനുവദിക്കരുത്. ആഗസ്റ്റ് മാസമായപ്പോഴേക്കും അന്തരീക്ഷം വല്ലാതെ വഷളായി. ഗാമയ്ക്ക് കരയിലേക്ക് പോകാൻ പേടിയായി. കരയിൽ പോയാൽ തന്നെ കൊന്നുകളയുമോ എന്ന ഭയം. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ ദിയോഗോ ഡയസിനെ കാര്യങ്ങൾ നോക്കാൻ കരയിലേക്ക് അയച്ചു. എന്നാൽ സാമൂതിരിയുടെ ഭടന്മാർ ദിയോഗോയെയും കൂടെയുണ്ടായിരുന്നവരെയും തടവിലാക്കി. കപ്പലിലേക്ക് സാധനങ്ങൾ അയക്കുന്നത് അവർ തടഞ്ഞു. ഗാമ കപ്പലിലിരുന്ന് പല്ലിറുമി. തൻ്റെ ആളുകളെ വിട്ടുതരണമെങ്കിൽ നഗരം മുഴുവൻ ചുട്ടുചാമ്പലാക്കും എന്ന് ഗാമ ഭീഷണിപ്പെടുത്തി. പക്ഷേ കരയിൽ നിൽക്കുന്നവർക്ക് ആ ഭീഷണി കേട്ട് ചിരിയാണ് വന്നത്. വെറും 3 കപ്പലുമായി വന്ന് സാമൂതിരിയുടെ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ മാത്രം വിഡ്ഢിയാണോ ഇവൻ എന്നവർ ചിന്തിച്ചു. ഗാമ ഒരു കെണിയിൽപ്പെട്ടതുപോലെയായി. തിരിച്ചു പോകാൻ സമയമായി. കാറ്റിൻ്റെ ഗതി മാറിത്തുടങ്ങി. ഇപ്പോൾ പോയില്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് ഇവിടെ കുടുങ്ങിപ്പോകും. 6 മാസം ഇവിടെ നിന്നാൽ അറബികൾ തങ്ങളെ വെറുതെ വിടില്ല. പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. അതിനാൽ എന്തു വില കൊടുത്തും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ തൻ്റെ ആളുകൾ കരയിൽ തടവിലാണ്. അവരെ ഉപേക്ഷിച്ചു പോകാൻ ഗാമയ്ക്ക് കഴിയില്ല. ഗാമയുടെ തലച്ചോറിൽ ക്രൂരമായൊരു തന്ത്രമുദിച്ചു. കണ്ണുക്ക് കണ്ണ്, പല്ലിന് പല്ല് എന്നതായിരുന്നു ഗാമയുടെ നീതി. അവരെൻ്റെ ആളുകളെ പിടിച്ചുവെങ്കിൽ ഞാൻ അവരുടെ ആളുകളെയും പിടിക്കും. അന്നുച്ചയ്ക്ക് കപ്പലിൽ കച്ചവടത്തിന് വന്ന കുറച്ചുപേരെ ഗാമ നോട്ടമിട്ടു. നല്ല വസ്ത്രം ധരിച്ച, ആഭരണങ്ങൾ അണിഞ്ഞ ഉന്നത കുലജാതരായ നായർ പ്രമാണിമാരും ചില വ്യാപാരികളും അതിലുണ്ടായിരുന്നു. അവർ കപ്പലിലെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സിഗ്നൽ ഗാമ നൽകി. നിമിഷനേരം കൊണ്ട് നാവികർ അവരെ വളഞ്ഞു. ബലപ്രയോഗത്തിലൂടെ അവരെ ബന്ധികളാക്കി കപ്പലിൻ്റെ ഇരുണ്ട അറകളിലേക്ക് മാറ്റി. ഏകദേശം 18ഓളം പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കരയിൽ നിന്ന് ഇത് കണ്ട ആളുകൾ നിലവിളിച്ചു. വാർത്ത കാട്ടുതീ പോലെ നഗരത്തിൽ പരന്നു. വിദേശികൾ നമ്മുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി. ഗാമ ഉടൻ തന്നെ സാമൂതിരിക്ക് സന്ദേശമയച്ചു. എൻ്റെ ആളുകളെയും ഞാൻ വാങ്ങിവെച്ച സാധനങ്ങളും ഉടൻ വിട്ടുതരിക, ഇല്ലെങ്കിൽ ഈ 18 പേരുടെ തല കൊയ്ത് ഞാൻ കടലിലെറിയും. സാമൂതിരി ഞെട്ടിപ്പോയി. ഒരു കച്ചവടക്കാരൻ ഇത്രയും ധൈര്യം കാണിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല. മാത്രമല്ല, പിടിക്കപ്പെട്ടവർ സാമൂതിരിയുടെ പ്രിയപ്പെട്ടവരും നാട്ടിലെ പ്രമുഖരുമായിരുന്നു. ഗാമ കളിക്കുന്നത് ജീവൻ വെച്ചുള്ള കളിയാണെന്ന് സാമൂതിരിക്ക് മനസ്സിലായി. സാമൂതിരിക്ക് വഴങ്ങേണ്ടി വന്നു. ഗാമയുടെ ഭീഷണി വെറും വാക്കല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ദിയോഗോ ഡയസിനെയും മറ്റു നാവികരെയും വിട്ടയച്ചു. കൂടെ ഗാമ വാങ്ങിവെച്ച കുരുമുളക് ചാക്കുകളും കൊടുത്തുവിട്ടു. പകരം തൻ്റെ ആളുകളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു. ഇവിടെയാണ് ഗാമയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. തൻ്റെ ആളുകളെ കപ്പലിൽ തിരിച്ചു കിട്ടിയ ഉടനെ ഗാമ വാക്കുമാറ്റി. പിടിച്ചുവെച്ച 18 പേരിൽ 6 പേരെ മാത്രം വിട്ടയച്ചു. ബാക്കി 12 പേരെ, അതിൽ 5 പേർ ഉന്നത കുലജാതരായിരുന്നു, ഗാമ വിട്ടുകൊടുത്തില്ല. എന്തിനാണ് അവരെ പിടിച്ചുവെച്ചത്? ഗാമയ്ക്ക് പോർച്ചുഗലിൽ ചെല്ലുമ്പോൾ രാജാവിന് മുന്നിൽ കാണിക്കാൻ ഇന്ത്യക്കാർ എന്ന പേരിൽ കുറച്ചുപേരെ വേണമായിരുന്നു. ഇതാ ഞങ്ങൾ കണ്ടെത്തിയ പുതിയ ലോകത്തെ മനുഷ്യർ എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും കാഴ്ചവസ്തുക്കൾ മാത്രമായിരുന്നു ഗാമയ്ക്ക് അവർ. ആ പാവം മനുഷ്യർ അവരുടെ കുടുംബത്തെയും നാടിനെയും വിട്ട് ഒരിക്കലും തിരിച്ചുവരാത്ത ഒരു യാത്രയ്ക്ക് നിർബന്ധിതരാവുകയായിരുന്നു. അവർ കപ്പലിൻ്റെ അഴികൾക്കുള്ളിൽ നിന്ന് കരയിലേക്ക് നോക്കി കരഞ്ഞു. ആ കരച്ചിൽ ഗാമ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. ഓഗസ്റ്റ് മാസം അവസാനം ഗാമ നങ്കൂരമുയർത്താൻ ഉത്തരവിട്ടു. കരയിൽ സാമൂതിരിയുടെ പടയാളികൾ ആയുധങ്ങളുമായി ഓടിക്കൂടി. കടലിൽ 70ഓളം വരുന്ന ചെറിയ വള്ളങ്ങൾ ഗാമയുടെ കപ്പലിനെ പിന്തുടരാൻ തുടങ്ങി. സാമൂതിരിയുടെ നാവികപ്പട ശക്തമായിരുന്നു. വള്ളങ്ങളിൽ നിന്ന് അമ്പുകളും കുന്തങ്ങളും പാഞ്ഞുവന്നു. ഗാമയുടെ കപ്പലിന് ചുറ്റും അവർ വട്ടം കറങ്ങി ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഗാമയുടെ കയ്യിൽ ഒരു ബ്രഹ്മാസ്ത്രമുണ്ടായിരുന്നു, പീരങ്കികൾ. സാവോ ഗബ്രിയേലിലെ പീരങ്കികൾ വീണ്ടും ശബ്ദിച്ചു. കടലിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നു. സാമൂതിരിയുടെ ചെറിയ വള്ളങ്ങൾ പീരങ്കി വെടിയേറ്റ് തകർന്നു. വെള്ളം തെറിച്ചുയർന്നു. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഗാമയുടെ കപ്പലുകൾ ആഴക്കടലിലേക്ക് കുതിച്ചു. പിന്തുടർന്നു വന്നവർക്ക് ആ വലിയ കപ്പലുകളുടെ വേഗതയ്ക്കൊപ്പമെത്താൻ കഴിഞ്ഞില്ല. കോഴിക്കോടിന്റെ തീരം മെല്ലെ മെല്ലെ കാഴ്ചയിൽ നിന്നു മറഞ്ഞു. ഗാമ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ആ നഗരത്തെ നോക്കി.
വരുമ്പോൾ ഉണ്ടായിരുന്ന ആകാംക്ഷയല്ല ഇപ്പോൾ, മറിച്ച് പകയും വെറുപ്പും മാത്രമാണ്. ഈ യാത്ര തുടങ്ങിയപ്പോൾ ലക്ഷ്യം കച്ചവടമായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അതൊരു യുദ്ധത്തിന്റെ തുടക്കമായി മാറിയിരിക്കുന്നു. ഗാമ തന്റെ ഡയറിയിൽ കുറിച്ചു, ഇനി ഞാൻ വരുമ്പോൾ കച്ചവടത്തിനല്ല, ഈ അപമാനത്തിന് പകരം ചോദിക്കാനാണ് വരിക. കപ്പലിന്റെ അടിത്തട്ടിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആ 12 മലയാളികൾ ഇരുട്ടിൽ തങ്ങളുടെ വിധിയോർത്ത് വിറച്ചു. അവർക്കറിയില്ലായിരുന്നു തങ്ങൾ പോകുന്നത് യൂറോപ്പിലേക്കാണെന്ന്. കോഴിക്കോട്ടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം മാറി ഇപ്പോൾ കപ്പലിൽ വെടിമരുന്നിന്റെയും ചോരയുടെയും മണമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ശാന്തമായി കിടന്നു. പക്ഷേ ഗാമയുടെ മനസ്സിൽ കൊടുങ്കാറ്റായിരുന്നു. സാമൂതിരിയുമായുള്ള ബന്ധം എന്നേക്കുമായി തകർന്നിരിക്കുന്നു. ഇനി പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് ഒരു സൗഹൃദ തുറമുഖമല്ല, മറിച്ച് ശത്രുരാജ്യമാണ്. ചരിത്രം അവിടെ വഴിമാറിയൊഴുകുകയായിരുന്നു. സമാധാനപരമായ കച്ചവടം അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് കോളനി വാഴ്ചയുടെയും അധിനിവേശത്തിന്റെയും നൂറ്റാണ്ടുകളാണ്. ആഗസ്റ്റ് മാസത്തെ കാറ്റിൽ ഗാമയുടെ കപ്പലുകൾ പടിഞ്ഞാറോട്ട് വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ ആ വീടണയാൻ ഇനിയും കടമ്പകളേറെയുണ്ട്. കോഴിക്കോടിന്റെ തീരം വിട്ടെങ്കിലും ഗാമയുടെയും സംഘത്തിന്റെയും ദുരിതങ്ങൾ അവസാനിച്ചിരുന്നില്ല, മറിച്ച് അത് വർദ്ധിക്കുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മൺസൂൺ കാറ്റ് അവർക്ക് കൂട്ടുണ്ടായിരുന്നുവെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പ്രകൃതി അവർക്കെതിരായിരുന്നു. കാറ്റിന്റെ ഗതി നോക്കാതെ ഗാമ യാത്ര തുടങ്ങിയത് വലിയൊരു മണ്ടത്തരമായി പോയി. ഇന്ത്യൻ മഹാസമുദ്രം ശാന്തമായി കിടന്നു. കാറ്റില്ലാതെ കപ്പലുകൾ ആഴ്ചകളോളം ഒരേ സ്ഥലത്ത് തന്നെ കുടുങ്ങി. വരാൻ വെറും 23 ദിവസമെടുത്ത ആ യാത്ര തിരിച്ചു പോകുമ്പോൾ ഏകദേശം 132 ദിവസമെടുത്തു. ഏകദേശം 3 മാസം. ഈ സമയത്തിനുള്ളിൽ കപ്പലിലെ അവസ്ഥ നരകതുല്യമായി. ശുദ്ധജലം തീർന്നു. സ്കർവി രോഗം വീണ്ടും പടർന്നു പിടിച്ചു. ഇത്തവണ അത് കൂടുതൽ ഭീകരമായിരുന്നു. 30ഓളം നാവികർ മരിച്ചുപോയി. ബാക്കിയുള്ളവർക്ക് കപ്പൽ നിയന്ത്രിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലായിരുന്നു. മോണകൾ വീർത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പല്ലുകൾ കൊഴിഞ്ഞ് രക്തം വാർന്ന് അവർ കപ്പലിന്റെ പലകകളിൽ കിടന്ന് ഞരങ്ങി. മരിച്ചവരെ കടലിൽ തള്ളാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥ. ഗാമ പോലും മാനസികമായി തകർന്നുപോയി. ആഫ്രിക്കയുടെ തീരത്തെത്തിയപ്പോഴേക്കും ഗാമയുടെ പട പാതിയായി കുറഞ്ഞിരുന്നു. 3 കപ്പലുകൾ ഓടിക്കാനുള്ള ആൾക്കാർ പോലും ബാക്കിയില്ല. അതുകൊണ്ട് ഗാമയ്ക്ക് ഹൃദയഭേദകമായ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. തന്റെ സഹോദരനായ പൗലോ ഡ ഗാമ ഓടിച്ചിരുന്ന സാവോ റാഫേൽ എന്ന കപ്പൽ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അതിലെ സാധനങ്ങളും ബാക്കിയുള്ള നാവികരെയും മറ്റ് 2 കപ്പലുകളിലേക്ക് മാറ്റി. ശേഷം ആ കപ്പലിന് തീയിട്ടു. തന്റെ ചേട്ടന്റെ കപ്പൽ കത്തിയമരുന്നത് ഗാമ നിറകണ്ണുകളോടെ നോക്കി നിന്നു. അത് വെറുമൊരു കപ്പലായിരുന്നില്ല, അവരുടെ സ്വപ്നങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. യാത്ര തുടർന്നു. ഗുഡ് ഹോപ്പ് മുനമ്പു ചുറ്റി അവർ വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്തി. എന്നാൽ വിധി ഗാമയെ വെറുതെ വിട്ടില്ല. ഗാമയുടെ സ്വന്തം സഹോദരൻ പൗലോ ഡ ഗാമയ്ക്ക് അസുഖം ബാധിച്ചു. ക്ഷയരോഗമാണെന്ന് ചിലർ പറയുന്നു. കപ്പൽ ആസോർസ് ദ്വീപുകളിലെത്തിയപ്പോഴേക്കും പൗലോയുടെ നില വഷളായി. സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ഗാമ കപ്പൽ ആ ദ്വീപിലടുപ്പിച്ചു. ലിസ്ബണിലേക്ക് എത്താൻ ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. പക്ഷേ പൗലോ കാത്തുനിന്നില്ല. ആ ദ്വീപിൽ വച്ച് അദ്ദേഹം മരിച്ചു. ഗാമ ആകെ തകർന്നുപോയി. ലോകം കീഴടക്കിയെന്ന് അഹങ്കരിച്ച മനുഷ്യൻ സ്വന്തം സഹോദരനെ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിടേണ്ടി വന്നപ്പോൾ പൊട്ടിക്കരിഞ്ഞു. വിജയത്തിന്റെ ലഹരി അവിടെ മാഞ്ഞുപോയി. ഗാമ തന്റെ കപ്പലായ സാവോ ഗബ്രിയേലിൽ കയറാൻ കൂട്ടാക്കിയില്ല. പകരം അദ്ദേഹം മറ്റൊരു കപ്പലിലാണ് യാത്ര തുടർന്നത്. സെപ്റ്റംബർ മാസം 1499 ലിസ്ബണിലെ ടാഗസ് നദിയിൽ വീണ്ടും കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. 2 വർഷം മുൻപ് 4 കപ്പലുകളിലായി 170 പേർ പോയ സ്ഥലത്ത് ഇപ്പോൾ തിരിച്ചെത്തിയത് കീറിപ്പറഞ്ഞ 2 കപ്പലുകളും എല്ലും തോലുമായ 55ഓളം മനുഷ്യരും മാത്രം. പക്ഷേ ആ കപ്പലിന്റെ അറങ്ങളിലുണ്ടായിരുന്നത് ചരിത്രം മാറ്റാൻ പോകുന്ന സാധനങ്ങളായിരുന്നു. കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, രത്നങ്ങൾ. കൂടാതെ സാമൂതിരിയുടെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആ 12 മനുഷ്യരും. ഗാമയുടെ തിരിച്ചുവരവ് പോർച്ചുഗലിൽ വലിയൊരു ആഘോഷമായി മാറി. രാജാവ് മാനുവൽ ഒന്നാമൻ ഗാമയെ സ്വീകരിക്കാൻ വലിയ സന്നാഹങ്ങളൊരുക്കി. ലിസ്ബണിലെ തെരുവുകൾ അലങ്കരിച്ചു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയവർ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ ആർത്തുവിളിച്ചു. ഗാമ കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലാഭം ആ യാത്രയ്ക്ക് ചിലവായ തുകയുടെ ഏകദേശം 60 ഇരട്ടിയായിരുന്നു. ഒറ്റ യാത്ര കൊണ്ട് പോർച്ചുഗൽ യൂറോപ്പിലെ ഏറ്റവും വലിയ പണക്കാരായി മാറി. വെനീസ് നഗരത്തിലെ കച്ചവടക്കാർ തലയിൽ കൈവച്ചു. അവരുടെ കുത്തക തകർന്നിരിക്കുന്നു.
ഇനി അറബികളെ ആശ്രയിക്കാതെ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. രാജാവ് ഗാമയ്ക്ക് അഡ്മിറൽ ഓഫ് ദി ഇന്ത്യൻ സീസ് എന്ന പദവി നൽകി ആദരിച്ചു. ഗാമ ഒരു ദേശീയ വീരനായി മാറി. പക്ഷേ ഗാമയുടെ മനസ്സിൽ അപ്പോഴും സഹോദരന്റെ വിയോഗമായിരുന്നു. ആ വിജയത്തിന് ചോരയുടെയും കണ്ണീരിൻ്റെയും രുചിയുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ആ പാവം മനുഷ്യരെ രാജാവിന് മുന്നിൽ കാഴ്ചവസ്തുക്കളെപ്പോലെ പ്രദർശിപ്പിച്ചു. യൂറോപ്യന്മാർക്ക് അതൊരു കൗതുകമായിരുന്നു, പക്ഷേ ആ മനുഷ്യർക്ക് അത് നരകമായിരുന്നു. ഈ യാത്രയോടെ ലോകം മാറി. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കടൽപാത തുറക്കപ്പെട്ടു. കച്ചവടത്തിന് പിന്നാലെ പീരങ്കികളും പട്ടാളവും വന്നു. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിലേക്ക് ഒഴുകി. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. സാമ്രാജ്യങ്ങൾ തകർന്നു. പുതിയ കോളനികളുണ്ടായി. വാസ്കോഡ ഗാമ എന്ന ഒറ്റ മനുഷ്യൻ്റെ വാശി വരും നൂറ്റാണ്ടുകളിലെ ലോകചരിത്രത്തെ മാറ്റിമറിച്ചു. ഗാമ പിന്നീട് 2 തവണ കൂടി ഇന്ത്യയിലേക്ക് വന്നു. ഒടുവിൽ കൊച്ചിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ വേറെ കഥകൾ. ഇപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ലിസ്ബണിലെ തുറമുഖത്ത് ആ വലിയ കപ്പലുകൾ വിശ്രമിക്കട്ടെ. ഇനി നമുക്ക് സാവധാനം ഈ കഥയിൽ നിന്ന് പുറത്തു കടക്കാം. നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടയട്ടെ. സങ്കൽപ്പിക്കുക, നിങ്ങളിപ്പോൾ ശാന്തമായൊരു കടൽ തീരത്താണ്. തിരമാലകൾ മെല്ലെ മെല്ലെ വന്ന് കാലിൽ തൊട്ടു തലോടുന്നു. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. കാറ്റിന് നല്ല തണുപ്പുണ്ട്. ചരിത്രത്തിലെ യുദ്ധങ്ങളും പീരങ്കി വെടിയൊച്ചകളും നിലവിളികളുമെല്ലാം ആ കടലിൽ അലിഞ്ഞുചേരുന്നു. ഇപ്പോൾ അവിടെ ശാന്തത മാത്രം. ഈ വലിയ കടൽ യാത്ര അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളോടും കൂടി അവസാനിച്ചിരിക്കുന്നു. നാവികർ വീടുകളിലെത്തി ഉറങ്ങുന്നു. കപ്പലുകൾ നങ്കൂരമിട്ടുറങ്ങുന്നു. നിങ്ങളും ആ ശാന്തതയിലേക്ക് ഒഴുകി നീങ്ങുകയാണ്. ഓരോ ശ്വാസത്തിലും ശരീരം കൂടുതൽ കൂടുതൽ ഭാരം കുറഞ്ഞതാകുന്നു. മനസ്സ് ശൂന്യമാകുന്നു. ചരിത്രം പുസ്തകത്താളുകളിൽ ഉറങ്ങട്ടെ. നാളെ പുതിയൊരു ദിവസമാണ്. പുതിയ കഥകളാണ്. അതുവരെ ഈ ശാന്തമായ ഇരുട്ടിൽ നല്ല സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങൂ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.